ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്പസമയം കൂടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള സമയമാണല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം ഹല്ലേലൂയ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹപ്പെട്ട രീതിയിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കേൾക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ ഇടയാക്കി തീർത്തല്ലോ. ദേവദാസനെ ദൈവം ശക്തീകരിച്ചല്ലോ. ഹല്ലേലൂയ. രാത്രിയിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് ഓരോരുത്തരെ നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദേവദാസനെ ഞാൻ വേദിയിലേക്ക് ഹല്ലേലൂയ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവജനത്തെയും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധമായ അനുഗ്രഹത്താലും ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. കർത്താവ് ഇന്ന് രാത്രിയിലും തിരുവെഴുത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. നിൻ്റെ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രാവശ്യം കൂടെ പരിവർത്തനത്തിന് കാരണമാക്കി കർത്താവ് മാറ്റണം. ഒരുമിച്ച് വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ. ശാന്തമായി വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കഴിഞ്ഞ പകൽ നമ്മൾ ദൈവിക ചിന്തയ്ക്ക് ആധാരമായി എടുത്ത വാക്യവും ആ വാക്യത്തെ തുടർന്നുള്ള ദൈവിക ചിന്തകളും കഴിഞ്ഞ പകൽക്കാലം സംസാരിപ്പാനും അത് കേൾക്കുവാനും ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രിയിലും സമയപരിധിക്കുള്ളിൽ വേഗത്തിൽ തന്നെ ദൈവജനത്തിൻ്റെ ചില മൂല്യമേറിയ അരുളപ്പാടുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എന്നും മറക്കാതെ ഉറക്കപ്പെട്ട് തറയ്ക്കപ്പെട്ട് ലഭിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുക. അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കും. നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയം, നാം ഏതാത്മാവിന് അധീനർ എന്ന് നാം അറിയണം. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ച തൻ്റെ ശിഷ്യന്മാർ അനുഗമനത്തിൻ്റെ ഇടയിൽ ആ ശിഷ്യന്മാരെ തിരിഞ്ഞ് ശാസനാരൂപത്തിൽ യേശു കർത്താവ് പറഞ്ഞ വളരെ പ്രാധാന്യമുള്ളൊരു പ്രസ്താവനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ല. എന്തറിയുന്നില്ല? ഏത് ആത്മാവിലാണ് നിങ്ങളിപ്പോൾ അധീനരായിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. 9-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേക്ഷിത ദൗത്യം ആരംഭിച്ച യേശുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ യാത്രാവേളയിൽ എപ്പോഴോ യേശുവിനോടുള്ള അനുഗമനത്തിൻ്റെയും യേശുവിനോടുള്ള ആരാധനയുടെ ഇടയിൽ എപ്പോഴോ അവർ അറിയാതെ അവരെ സ്വാധീനിച്ച മറ്റൊരു ആത്മാവ്. 3 ആത്മാവിനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൽ കഴിഞ്ഞ പകലിൽ നമ്മൾ വായിച്ചത്. 1 മനുഷ്യ ആത്മാവ്, 2 ദൈവത്തിൻ്റെ ആത്മാവ്, 3 ലോകത്തിൻ്റെ ആത്മാവ്. അതിനെ വീണ്ടും വിവിധ പേരുകളിൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം മനുഷ്യാത്മാവ് ഉള്ള ഒരു വ്യക്തിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള 2 ആത്മാവിനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ പ്രതിപാദിക്കുന്നത്. ഒന്നുകിൽ ദൈവത്തിൻ്റെ ആത്മാവ്, അല്ല എങ്കിൽ ലോകത്തിൻ്റെ ആത്മാവ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ആരംഭങ്ങളിൽ അവരെ സ്വാധീനിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ 55-ാമത്തെ വാക്യത്തിലേക്ക് എത്തിയപ്പോൾ ശിഷ്യന്മാരത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും യേശു കർത്താവ് അതെന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞ കർത്താവ് പറയുകയാണ്, നിങ്ങളിപ്പോൾ മറ്റൊരു ആത്മാവിന് അധീനരാണ്. നിശ്ചയമായും അതിൽ നിന്നൊരു വിടുതൽ, അതിൽ നിന്നൊരു ജയം ഈ തലമുറയും പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് ഈ ചിന്തകൾ പ്രയോജനമായി തീരുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു.
വളരെ വേഗത്തിൽ നിങ്ങളുടെ കൂടെ ദൈവജനത്തിലൂടെ കടന്നു വരിക. വരുന്നവരിലേക്ക് നിങ്ങൾ നോക്കി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നോക്കി സൂര്യൻ്റെ ഉദമയും അസ്തമയം നോക്കിയിരിക്കാതെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന വിലയേറിയ ദൈവശബ്ദത്തിലേക്ക് പോവുക. സ്തോത്രം. എനിക്ക് സമയത്തിന് നിർത്തണം. നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകണം. പകൽ നമ്മൾ ഒരുപാട് സമയങ്ങളെടുത്തു. നിങ്ങളുടെ സമയങ്ങളെ കഴിഞ്ഞൊരുപാട് സമയങ്ങളെടുത്തു. ആത്മാവ് തന്ന നിയോഗം കൊണ്ടാണ് എടുത്തത്. പക്ഷേ ഇന്ന് രാത്രിയിൽ സമയത്തുള്ളിൽ തന്നെ ശുശ്രൂഷകൾ അവസാനിക്കണം. അതുകൊണ്ട് വളരെ വേഗത്തിൽ എന്നോട് കൂടെ ദൈവജനത്തിൽ നിങ്ങൾ കടന്നു വരിക. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗം 37 വാക്യം മുതൽ നമ്മൾ എടുത്ത കുറുവാക്യവുമായി ബന്ധപ്പെടുന്ന ഒരു വേദഭാഗമാണ്. 37 വാക്യം മുതലുള്ള ദൈവവചനത്തിൽ നമ്മൾ വായിച്ചത്. അവിടെ ഒരപ്പനെയും ഒരു മകനെയുമാണ് പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നത്. അപ്പനും മകനും അടങ്ങിയ ഒരു കുടുംബം. ആ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമല്ല, ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ആ വാക്യത്തിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന 2 പേർ മാത്രമേ ഉള്ളൂ. ആ കുടുംബത്തിലേക്കാണ് ഇന്ന് രാത്രിയിൽ ഈ പരിശുദ്ധാത്മാവിൽ വെളിപ്പാട് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. അവിടെ യേശു കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലായിടത്തും സംഭവിക്കാറുള്ളത് പോലെ യേശുവിൻ്റെ അടുക്കിലേക്ക് വലിയ ഒരു കൂട്ടം പുരുഷാരം കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നുകൂടി. വിവിധ ആവശ്യങ്ങളുമായിട്ടാണ് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടിയത്. വന്നുകൂടിയ ജനത്തിൻ്റെ ആവശ്യം ഒന്നല്ല, വന്നുകൂടിയ ജനത്തിൻ്റെ ആവശ്യം 2 അല്ല, വന്നുകൂടിയ ജനത്തിൻ്റെ ആവശ്യം 3 അല്ല. അവിടെ കൂടിയ 10,000-കണക്കിന് ആൾക്കാർക്കും ഓരോ ആവശ്യങ്ങളുമായിട്ടാണ് അവർ കടന്നു വന്നത്. ഈ കടന്നു വന്ന പുരുഷാരത്തിൻ്റെ ജനസമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലവിളി യേശുവിൻ്റെ കാതുകളിൽ കേട്ടു. അതൊരപ്പൻ്റെ നിലവിളിയായിരുന്നു, അതൊരു പിതാവിൻ്റെ നിലവിളിയായിരുന്നു. ഇതിന് ഇച്ചിരി കൂടെ സൗണ്ട് കൊടുക്കാമോ? എന്താ ആ പിതാവിൻ്റെ നിലവിളി? നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ? ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കാമോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. കേൾക്കാമോ ഇല്ലയോ? നിങ്ങളിങ്ങനെയാണോ? വിഷമം വരും ചില സമയത്ത്. ചോദിക്കുമ്പോൾ യെസ് അല്ലെ നോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇത് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഒരാമേനും കൂടെ പറഞ്ഞാട്ടെ. ഇത്രേ ഉള്ളില്ലേ? എന്തുവാ ഭാഷ, എത്ര നാളായിട്ട് ആമയും പറയുക. പുള്ളി ഇതുവരെ വന്നിട്ടില്ല, ഇനി പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്നായിരിക്കും. പറ്റുമെങ്കിൽ ഒരാമേനും കൂടെ പറ. ശ്രദ്ധിക്കുക. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന വലിയ ഒരു കൂട്ടം പുരുഷാരത്തിന് നടുവിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലവിളി ആ ഭാഗത്തിനകത്തുണ്ട്. ഒരു മനുഷ്യൻ നിലവിളിക്കുകയാണ്, ഒരു അപ്പൻ നിലവിളിക്കുകയാണ്, ഒരു പിതാവ് നിലവിളിക്കുകയാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു? നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ചു. എന്തിനാ നിലവിളിച്ചത്? എൻ്റെ മകൻ, ആ മകനെ നീ എന്ത് ചെയ്യണം? കടാക്ഷിക്കണം. ഈ അപ്പന്റെ നിലവിളിക്ക് കാരണം തൻ്റെ മകനാണ്. എന്താ തൻ്റെ മകന്റെ പ്രശ്നം? ഏതു വിധത്തിലുള്ള വിടുതലിന് വേണ്ടിയാണ് ഈ അപ്പൻ യേശുവിനോട് നിലവിളിച്ചത്? അവിടെ കാണുന്നു 39 വാക്യത്തിൽ, ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്. പിന്നെ വിവിധ കാര്യങ്ങൾ അവിടെ കാണുന്നു. നിലവിളിച്ചു, നിരപ്പിച്ചു, പിടപ്പിച്ചു, പ്രയാസത്തോടെ വിട്ടുമാറി. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചെങ്കിലും അവർക്ക് എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. എന്താണ് ഈ അപ്പന്റെ നിലവിളിക്കുള്ള വിഷയം? എനിക്കുള്ള ഏകജാതനായ മകൻ, അവൻ ഒരാത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒരാത്മാവെന്നേ ഉള്ളൂ. ഏതൊക്കെ ആത്മാവാകാനുള്ള സാധ്യതയുണ്ട്? ഏതൊക്കെ ആത്മാവാകാനുള്ള സാധ്യതയുണ്ട്? മനുഷ്യാത്മാവുള്ളൊരു മനുഷ്യനെ 2 ആത്മാവിനെ പിടിക്കാൻ സാധ്യതയുള്ളൂ. ഒന്നുകിൽ ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവ്. ഇവിടെ പറയുന്നു ഒരാത്മാവ് പിടിച്ചത്. ഏതാത്മാവാ? ലോകത്തിന്റെ ആത്മാവാണെന്ന് ഉറപ്പാ. താഴോട്ടുള്ള വാക്യങ്ങൾ അതുണ്ട്. യേശു അശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു?
ശാസിച്ചു. അല്ലെങ്കിൽ തന്നെ അപ്പന്റെ നിലവിളി കേട്ടാൽ അറിയാം ഏതാത്മാവാണ് ഈ തലമുറയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പിടിച്ചിരിക്കുന്നതെന്ന്. പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടൊരു തലമുറയാണെങ്കിൽ ഈ തലമുറയുടെ വിടുതലിനോർത്ത് ഇങ്ങനെ യേശുവിനോട് നിലവിളിക്കേണ്ട ഒരു ആവശ്യം അപ്പന് ഇല്ല. പക്ഷെ ദൈവാത്മാവിനാലല്ല ഈ തലമുറ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്, മറ്റൊരാത്മാവിനാലാണ്. അല്ലെങ്കിൽ ലോകാത്മാവിനാലാണ്, അല്ലെങ്കിൽ അശുദ്ധാത്മാവിനാലാണ്, അല്ലെങ്കിൽ ദുരാത്മാവിനാലാണ്, അല്ലെങ്കിൽ ഭൂതാത്മാവിനാലാണ്, അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ ആത്മാവിനാലാണ്, അല്ലെങ്കിൽ വഞ്ചനയുടെ ആത്മാവിനാലാണ്, അല്ലെങ്കിൽ മത്സരത്തിന്റെ ആത്മാവിനാലാണ്. ഇങ്ങനെ തുടങ്ങി ആത്മാവിന് കൊടുത്തിരിക്കുന്ന പേരുകൾ വ്യത്യസ്തമാണ്, പക്ഷെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അപ്പന്റെ നിലവിളി ശ്രദ്ധിക്കുക. വളരെ ആഴത്തിൽ എന്റെ ഹൃദയത്തെ സ്പർശിച്ച വെളിപ്പാടുകളിലേക്കാണ് പോകുന്നത്. യേശുവിന്റെ അടുക്കൽ വന്ന് ഈ അപ്പന്റെ നിലവിളി, അവനൊരു യൗവനക്കാരനാണ്, ഏകജാതനാണ്. ആ തലമുറയുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കപ്പെടുവാനുണ്ട്. അവന്റെ ഭാവി, അവന്റെ വിവാഹം, അവന്റെ കുടുംബം, അവന്റെ വിദ്യാഭ്യാസം, മുമ്പിൽ ഒട്ടനവധി കാര്യങ്ങൾ ഈ അപ്പന് പറയാനുണ്ട് യേശുവിനോട്. അപ്പന്റെ ഏക പ്രതീക്ഷയായിരിക്കാം ഈ മകൻ, നിശ്ചയമായും. കാര്യം ഏകജാതനാണെന്ന. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് പോയാലും ഒന്നുണ്ടെന്ന് പറയാം. ഇത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പന്റെ പൂർണ്ണമായ പ്രതീക്ഷ ഈ തലമുറയാണ്. അപ്പോൾ അപ്പന് ഈ തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അപ്പൻ നിലവിളിക്കുന്നത് അതൊന്നുമല്ല. കർത്താവേ, ഇവനൊരു കല്യാണം എന്നതിനേക്കാൾ, ഇവനൊരു നല്ല വിദ്യാഭ്യാസം എന്നതിനേക്കാൾ, ഇവനൊരു നല്ല വിസ എന്നതിനേക്കാൾ, ഇവനൊരു നല്ല വീട് എന്നതിനേക്കാൾ, ഇവൻ നാളെ എന്നെ നോക്കുന്നു എന്നതിനേക്കാൾ, നാളെ ഇവൻ എന്റെ സംരക്ഷണമായി മാറുന്നു എന്നതിനേക്കാൾ ഈ അപ്പന്റെ നിലവിളി ഒന്നാ. അതെന്താ? കർത്താവേ, ഇവൻ ഇപ്പോൾ മറ്റൊരാത്മാവിന് സ്വാധീനപ്പെട്ടിരിക്കുന്നു, അതിൽ നിന്ന് നീ ഇവനൊരു വിടുതൽ കൊടുക്കണം. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ അപ്പന്റെ ഹൃദയമുള്ള എത്ര വിശ്വാസികൾ ഈ ചർച്ചനകത്തുണ്ട്? നിങ്ങളുടെ തലമുറയുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നവരാ. ജനിക്കുന്നതിന് മുൻപേ, ജനിച്ച ശേഷം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എൻ്റെ മകൻ എനിക്ക് വന്ന അവസ്ഥ വരരുത് എന്നാഗ്രഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത വിദ്യാഭ്യാസം, നമ്മൾ കഴിക്കാത്ത ആഹാരം, നമ്മൾ ഉടുക്കാത്ത വസ്ത്രം, നമ്മൾ യാത്ര ചെയ്യാത്ത സ്ഥലങ്ങൾ എത്തിക്കുവാനുള്ള ഓട്ടത്തിലാണ് മാതാപിതാക്കൾ എല്ലാവരും. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. എനിക്ക് വളരെ വേദനയുള്ള കാര്യങ്ങൾ ചിലതുണ്ട്. കുഞ്ഞുങ്ങളുടെ പരീക്ഷ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ പിള്ളേർക്കല്ല, പിന്നെ ആർക്കാ? എനിക്ക് സംശയമുണ്ട്, പരീക്ഷ പിള്ളേർക്കാണോ മാതാപിതാക്കൾക്കാണോ എന്ന്. അവർ ഉപവസിക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. അവർക്ക് വേണ്ടി മാതാവ് എന്ത് ചെയ്യും? 3 ദിവസം 7 ദിവസം ഉപവസിക്കുക. നീ രോഗിയാകാതിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയാ. പിള്ളേരെ ഉപവസിപ്പിക്കാതെ, പിള്ളേരെ ദൈവത്തിൽ ഇരുത്താതെ, പിള്ളേർക്ക് വേണ്ടി ഉപവസിച്ചുകൊണ്ട് വലിയ ഗുണം ഉണ്ടാകുമെന്നൊന്നും പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. അവര് തെക്കും പടക്കം തന്ന് അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇന്റർനെറ്റിലും മറ്റേക്കട്ടിലും എല്ലാം അഡിക്റ്റ് ആയിട്ട് ദൈവം വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗം കേൾക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. സ്തോത്രം. അതിനൊക്കെ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ കാണിച്ച മാതൃക ശ്രദ്ധേയം. മക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. അമ്മ മാത്രം മുറിക്കകത്ത് കയറി വാതിലടച്ച് പായിട്ട് നിലവിളിച്ചൊന്നല്ല, പിന്നെയോ മക്കളെ കൂടെ മുറിക്കകത്തേക്ക് കയറിപ്പിച്ച്, മക്കളെ കൂടെ പാത്രങ്ങൾ നിരത്തി വെപ്പിച്ച്, മക്കളിൽ കൂടെ എണ്ണകളെ പകരിപ്പിച്ച് തലമുറകളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. ആ പ്രാർത്ഥനയ്ക്ക് കൂടെ സഹകരിക്കുന്ന തലമുറ, അവരെ കെട്ടാൻ ഈ ലോകത്തിലൊരു ശത്രുവിനും കഴിയത്തില്ല. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ലഭിച്ച തലമുറകളെ കുറിച്ചാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽ ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ തലമുറയുടെ ഭാവി MBBS-ഓ MD-യോ BTech-ഓ ഒന്നും അല്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുക. നിങ്ങളുടെ തലമുറയുടെ ഭാവി
മറ്റൊരാത്മാവിന്റെ ബന്ധനത്തിൽ നിന്റെ തലമുറ അകപ്പെട്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആത്യന്തികമായ ജയമാണ് തലമുറയുടെ ഭാവി എന്നുള്ള വെളിപ്പാട് ലഭിച്ചവർ. അവരെ ഡോക്ടറാക്കുന്നതിനേക്കാൾ എഞ്ചിനീയറാക്കുന്നതിനേക്കാൾ ഇന്ന് രാത്രിയിലും കർത്താവിനോട് നിലവിളിക്കും, കർത്താവേ, എന്റെ തലമുറ മറ്റൊരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവനൊരു ജയം ആവശ്യമാണ്. അത് ഭൗതിക തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയം. ഇനി ആത്മീക തലമുറകളുണ്ട്. ആത്മീക തലമുറകളുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് തന്റെ ആത്മീക തലമുറകളെ കുറിച്ച് തന്റെ ലേഖനങ്ങളിൽ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾ എന്ന് താൻ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് വെച്ചാൽ ആ യോഹന്നാന്റെ മൂത്ത മോനെ കുറിച്ചും ഇളയ മോളെ കുറിച്ചും അല്ല പറഞ്ഞിരിക്കുന്നേ. തന്റെ ആത്മീക ജീവിതത്തിൽ ജനിക്കപ്പെട്ട മക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിശ്ചയമായും അഭിഷക്തന്മാരെ കർത്താവ് നിർത്തിയിരിക്കുന്ന ഒരു പിതാവിന്റെ സ്ഥാനത്താണ്. വിശ്വാസികളെ ദൈവം നിർത്തിയിരിക്കുന്നത് മക്കളുടെ സ്ഥാനത്താണ്. ഒരുപക്ഷെ നിങ്ങളുടെ അഭിഷക്തന് 38 വയസ്സേ കാണൂ, പക്ഷേ നിങ്ങൾക്ക് 78 വയസ്സ് കാണും. പക്ഷെ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, ദൈവവചനത്തിന് വെളിപ്പാട് വരുമ്പോൾ, ആത്മീക തലത്തിലേക്ക് വരുമ്പോൾ 38 വയസ്സുള്ള യൗവനക്കാരനായ ദൈവദാസൻ നിങ്ങളുടെ പിതാവും നിങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളുമാണ്. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആരാധനയിൽ, എവിടെയാന്ന് ഓർക്കുന്നില്ല, പ്രസംഗിക്കാൻ പോയി. ഞായറാഴ്ചകളിൽ അന്ന് മീറ്റിങ്ങിന് പോകുന്ന സമയങ്ങളായിരുന്നു. ഇന്ന് ചർച്ച ഉള്ളതുകൊണ്ട് പോകില്ല. അപ്പോൾ ആ ചർച്ചിൽ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് കമ്മിറ്റിയുടെ സമയമായി. കമ്മിറ്റിക്ക് ഇച്ചിരി സംസാരങ്ങളുണ്ടായി. മാസയോഗത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചപ്പോൾ അതിനകത്ത് ദൈവദാസൻ ഒരു യൗവനക്കാരനാണ്. അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളോട് യോജിക്കാൻ പറ്റാതെ അവിടെ ചില പ്രായമുള്ള 10-68 വയസ്സുള്ള ഒരു മാന്യ പിതാവ് എഴുന്നേറ്റ് വിരൽ ചൂണ്ടി പറയുന്നത് ഇന്നും എൻ്റെ കാതുകളുണ്ട്. അദ്ദേഹം പറയുക, അവൻ എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനോന്ന്. എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ വല്ലോ പറഞ്ഞേനെ എന്ന്. പുസ്തകവുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാ 38 വയസ്സുള്ള യൗവനക്കാരൻ ആ പുൾപിറ്റ് നിൽക്കുന്നതെങ്കിലും വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പിതാവാണ്. കുഞ്ഞ് വീട്ടിനകത്ത് ഈ 38 വയസ്സുകാരനായ ദൈവദാസൻ വീട്ടിൽ കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങൾ പിതാവും ആ ദൈവദാസന്റെ മകനുമാണ്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, കർത്തൃദാസന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത്, അപ്പന്മാരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അങ്ങനെയാ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കുക. യഥാർത്ഥത്തിൽ കാഴ്ചപ്പാടൊരു അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദൈവദാസന്റെ പ്രാർത്ഥന, തന്റെ സഭയിലുള്ള, തന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ച ആടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോ വർദ്ധിക്കാതിരിക്കുന്നതോ അതിനേക്കാൾ അപ്പുറമായി അവരുടെ ഭൗതികമായ ജീവിതം ഉയരുന്നതോ ഉയരാതിരിക്കുന്നതോ, അവർക്ക് BMW കാർ കിട്ടുന്നതോ കിട്ടാതിരിക്കുന്നതോ, അവർ കാനഡയിൽ സെറ്റിലാകുന്നതോ സെറ്റിലാകാതിരിക്കുന്നതോ, ഇതൊന്നുമല്ല വെളിപ്പാട് പ്രാപിച്ച ഒരപ്പന്റെ നിലവിളി. കർത്താവേ, എന്റെ കയ്യിൽ തന്നിരിക്കുന്ന മക്കളുടെ സ്ഥാനമുള്ള അവൻ ഈ വിശ്വാസികൾ, അവൻ ഇവരകപ്പെട്ടിരിക്കുന്ന മറ്റൊരാത്മാവിന്റെ സ്വാധീനത്തിൽ നിന്ന് നീ ഇവരെ വിടുവിക്കണമേ. അവരേതാത്മാവിന്റെ സ്വാധീനത്തിലായാലും കുഴപ്പമില്ല, എനിക്ക് ദശാംശം മതി, എനിക്ക് സ്വത്രാഴ്ച മതി എന്ന് പറയുന്ന ഉപദേശിമാരെ കുറിച്ചല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ദശാംശത്തെക്കാളും സ്തോത്രകാഴ്ചയെക്കാളും അപ്പുറമായി ആമേൻ ജനത്തെ കുറിച്ചുള്ള വെളിപ്പാടില് അവർ ഏതാത്മാവിന് അധീനം തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അഭിഷേക്തന്മാർ ഈ കാലഘട്ടത്തിൽ കുറവാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഭാഗവും കൂടെ പറഞ്ഞു പോകണമല്ലോ, നിങ്ങളുടെ ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, വിശ്വാസികൾക്ക് വേണ്ടി കരയുന്ന, അവർക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുന്ന, അവർക്ക് വേണ്ടി നിലവിളിക്കുന്ന, അവർക്ക് വേണ്ടി മധ്യസ്ഥ അയക്കുന്ന കാലഘട്ടങ്ങൾ. ഇന്ന് 3 വർഷം ലഭിക്കുന്ന ശുശ്രൂഷ സമയങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഇലക്റ്റുമുള്ളൊരു കേടില്ലാതെ അടുത്ത ട്രാൻസ്ഫറിൽ നല്ലൊരു സഭയും അതിനനുസരിച്ചുള്ള വരുമാനങ്ങൾ കിട്ടണമെന്ന് ചിന്തിച്ച് ഭൗതിക കാഴ്ചപ്പാടുകൾ ലക്ഷ്യമാക്കി ഒരു വലിയ കൂട്ടം, എല്ലാവരും ഞാൻ പറയില്ല, ദൈവദാസന്മാരെന്ന് പറയുന്നവർ കടന്നു പോകുന്ന ചിത്രങ്ങൾ അനുദിനം നാം കാണുന്നവരാണ്. സ്തോത്രം. വിഷയത്തിലേക്ക് മടങ്ങി വരികയാ. യഥാർത്ഥമായ ഒരു അപ്പന്റെ ഹൃദയം ലഭിച്ച ഒരു മനുഷ്യന്റെ നിലവിളി
തൻ്റെ മക്കളെക്കുറിച്ച്, ഭൗതിക മക്കളാകട്ടെ ആത്മീക മക്കളാകട്ടെ, അവരെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നിലവിളി എന്താ? ഇവർ മറ്റൊരാത്മാവിൻ്റെ അധീനതയിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന തലമുറയ്ക്ക് കർത്താവേ നീ ഒരു വിടുതൽ കൊടുക്കണേ. നീ രാത്രി പ്രാർത്ഥിച്ച സഹോദരി, എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ തലമുറയ്ക്ക് ഒരു MBBS കിട്ടിയില്ലെങ്കിലും നിന്റെ കുഞ്ഞ് നാളെ നിനക്കൊരു അഭിമാനമാവും. എന്റെ വിശ്വാസി ഇവിടുത്തെ ഒരു കോടീശ്വരനും അല്ലെങ്കിലും ആ വിശ്വാസി സഭയ്ക്കൊരു അസറ്റാകും. കൊട്ടാരക്കരയ്ക്കടുത്ത് ഓടനാവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ചെറിയ ഒരു പ്രവർത്തനമാണ് എൻ്റേത്. കഴിഞ്ഞ 2 വർഷത്തിൽ താഴെ മാത്രമേ ആയതുള്ളൂ പ്രാർത്ഥിച്ച പ്രവർത്തനം സഭ അവിടെ ആരംഭിച്ചത്. ഞാൻ ഇപ്പോഴൊക്കെ ചിന്തിക്കും, പൈനീർ പ്രവർത്തനം, ഒന്നുമില്ലാത്ത സ്ഥലത്ത് തുടങ്ങുന്ന പ്രവർത്തനം ഇത്ര കട്ടിയാണെങ്കിൽ കർത്താവെ ഞാൻ ഒരിക്കലും തുടങ്ങത്തില്ലായിരുന്നു. ഇന്ന് ഇത്ര കട്ടിയാണെങ്കിൽ ഇന്ന് ഇത്ര സാധ്യതകളുണ്ട്. ഒന്നുമല്ലേലും 4 മീറ്റിങ്ങിന് വിളിക്കാൻ ആളുണ്ട്, അതിൽ കൂടെ ലഭിക്കുന്ന നന്മകളുണ്ട്, അതിനുള്ള ചില സാഹചര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പിതാക്കന്മാർ ആരംഭിച്ച പ്രവർത്തനങ്ങളൊക്കെ ഇന്നുള്ളല്ലോ. അതിനൊക്കെ അവർ കൊടുത്ത വില എന്തായിരിക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു സാഹചര്യവുമില്ല, കഴിക്കാനില്ല, ഉടുക്കാനില്ല, യാത്ര ചെയ്യാനില്ല, കൈത്താങ്കൽ കൊടുക്കാനില്ലാതെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ആരംഭിച്ചിന്ന് വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടായ്മകളുടെ പിന്നിൽ അന്നത്തെ അഭിഷക്തന്മാർ കൊടുത്ത വിലയുടെ ആട് ഞാൻ പലപ്പോഴും ഗ്രഹിക്കാറുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയും, കർത്താവേ അതിന്റെ 10-1 പോലും ഞാൻ വില കൊടുക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. എങ്കിലും എനിക്കിച്ചിരി കട്ടിയായിട്ട് തോന്നുന്നു, ബുദ്ധിമുട്ടായി തോന്നി ആദ്യ പ്രവർത്തനങ്ങൾ, ആദ്യ ആരംഭ സമയങ്ങൾ. ഇപ്പൊ 1.25 വർഷമായി 10-65 പേര് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നു. അത് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രസംഗം പ്രസംഗിച്ചോ, ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഏതെങ്കിലും മാജിക്കുകൾ കാണിച്ച് 20,000 വോട്ടിന്റെ സൗണ്ടും 30,000 വോട്ടിന്റെ സൗണ്ട് സിസ്റ്റവും ഓണാക്കി വെച്ച് അതിൽ നിന്ന് വെളിപ്പെടുന്ന സൗണ്ടിന്റെ ആകർഷണ വലയത്തിനകത്ത് ജനത്തെ കൊടുക്കുന്ന സിസ്റ്റം ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഇന്ന് അതിനൊക്കെയാണ് കൂടുതൽ, അതൊക്കെയാണ് പരിശുദ്ധാത്മാവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഹൃദയത്തിന്റെ ശബ്ദവും സൗണ്ടിന്റെ പവറും ഒക്കെ ഈ അഭിഷേകം ഒന്ന് ചിന്തിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടമാണിത്. അതിൻ്റെ അർത്ഥം സൗണ്ട് വേണ്ടെന്നല്ല, സിസ്റ്റം വേണ്ടെന്നല്ല, ഇതെല്ലാം ഉണ്ട് എൻ്റെ ചർച്ചിൽ. പക്ഷേ അതിനേക്കാളപ്പുറം നേരായ വിധത്തിൽ, സത്യമായ വിധത്തിൽ ദൈവവചനത്തെ മാതൃകയാക്കി ദൈവവചനത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു കൂട്ടം ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക. അതിൽ ഈ 65 പേരുണ്ടെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കാഴ്ചപ്പാടിൽ 250 പേർക്ക് തുല്യമാണ്. കാര്യം ഒരുമാതിരിയുള്ളവരൊക്കെ പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പാടാ. കാര്യം വിട്ടുവീഴ്ചയില്ല. സഭയിലായാലും ഇങ്ങനെയൊക്കെ തന്നെ വലിയ വിട്ടുവീഴ്ചയൊന്നും ഇഷ്ടമുള്ളവർ നിന്നാൽ അതിലെ കളഞ്ഞിട്ട് പോകണം. തോപ്പിട്ട് കുളിപ്പിച്ച് നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. പൈസക്കാരനാണ് പാവപ്പെട്ടവനാണെങ്കിലും ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, യാതൊരു മുഖവശവും ഇല്ല. പണക്കാരനാ പാവപ്പെട്ടവനാണെന്ന് യാതൊരു മുഖവശവും ഇല്ല. എൻ്റെ ചർച്ചിൽ കൃപയാൽ പണക്കാരുമില്ല, രാമേൻ പറഞ്ഞാട്ടെ. എൻ്റെ ചർച്ചിൽ മുഴുവനും പാവങ്ങളാ. പാവങ്ങളെന്ന് വെച്ചാൽ അതുപോലെ പാവങ്ങൾ. സ്തോത്രം. അതൊന്ന് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. സ്തോത്രം. വിദേശത്തു നിന്നൊക്കെ പല അച്ചാച്ചന്മാരും അമ്മാമ്മമാരും പരിചയമുള്ളവരും അവിടെ ചെന്ന് ശുശ്രൂഷയിൽ പരിചയപ്പെട്ടവരും ബിന്നിപ്പാസ് ചർച്ചിൽ വരാനുള്ള ആഗ്രഹത്തോടെ നാട്ടിൽ വരാറുണ്ട്. നാട്ടിലൊക്കെ വരുമ്പോൾ ഒരാഴ്ചയിലെ ചർച്ച് വരും. അത്രയ്ക്ക് സ്നേഹമുള്ളവര് ചർച്ചിലൊക്കെ വന്നിട്ട് അവർ കയറി വരുന്ന വിലക്കും അവരുടെ ഇരിപ്പും ആൾക്കാരെ നോക്കിയിട്ട് ഇവർ വിലയിരുത്തും ഇവിടെ മുഖത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അയ്യോ വന്ന് കയറിയല്ലോ, നോക്കുമ്പോൾ കുറേ കൂലിപ്പണിക്കാരും കശുവണ്ടി തൊഴിലാളികളും വീട്ടു ജോലി ചെയ്യുന്നവരും ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ട് ഇടാത്ത, ബ്രാൻഡഡ് പാൻറ് ഇല്ലാത്ത, സാധുക്കളായ സൈക്കിൾ പോലും ഇല്ലാത്ത ഓട്ടോറിക്ഷയൊക്കെയാണ് എൻ്റെ ചർച്ചിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ വാഹനം, ഓട്ടോറിക്ഷ. അവരൊക്കെ കാണുമ്പോൾ ഇവർക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. രക്തത്താൽ ജയമെടുക്കുന്നു. അപ്പൊ ആദ്യം വന്നിരിക്കും ഇവിടെ മുഖമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. എടാ ബിന്നിപ്പാസുടെ ചർച്ചെന്ന് ഞങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ബിന്നിപ്പാസ് ചർച്ചെന്നൊക്കെ പറഞ്ഞ് അത് ഈ വിധത്തിലായിരിക്കുമെന്ന് ഞങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇതെന്നാ ഇത് എന്നവരുടെ മുഖത്ത് മനസ്സിലാക്കാം. എന്നിട്ട് ആദ്യത്തെ ആരാധനൊക്കെ കണ്ടാൽ അറിയാം, ഒരു വലിയ സുഖം വന്നു പോയല്ലോ. അതും കഠിനമായ ചൂട്, AC ഒന്നുമല്ല, കഠിനമായ ചൂട്. അവിടെ ഒരു ഫാൻ, ഇവിടെ ഒരു ഫാൻ, മറ്റെടുത്ത് ഇങ്ങനെ 3-4 ഫാൻ മാത്രം കറങ്ങുന്ന ടെൻറ്റിനകത്തെ കഠിനമായ ചൂട്. AC-ക്കകത്ത് മാത്രം ഇരുന്ന് ആരാധിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ട. വെള്ളം കുടിച്ച് ഊപ്പാടി വരും. ഞങ്ങളിവനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ 1.5 മണിക്കൂർ വരെ നിൽക്കാനുള്ള വെള്ളം കുടിച്ച് സ്റ്റോർ ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതറിയാത്ത വരുന്നവർ വെള്ളം കുടിച്ചിരിക്കും. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് തോന്നും. പക്ഷേ ആരാധനയുടെ അവസാനവും
അത് ആരാധന കഴിഞ്ഞിട്ട് ഇവരിൽ മിക്ക ആൾക്കാരും അല്ല വന്നവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററേ അപ്പൊ വന്ന് ഞങ്ങൾ പല മുൻവിധിയോടാ വന്നിരുന്നത്. ജനത്തെ കണ്ടപ്പോൾ മാനുഷിക കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ദീർഘവർഷങ്ങളായി ഞങ്ങൾ അനുഭവിക്കാത്ത ഒരു ആത്മീക സന്തോഷം ഈ പാവപ്പെട്ട ജനത്തിനിടയിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. ഞാൻ പാവപ്പെട്ട ഒരു കൂട്ടം അല്ല, സാധുക്കളായ ഒരു കൂട്ടം ദൈവമക്കളുടെ പാസാണ്. എനിക്കതിൽ വളരെ അഭിമാനമുണ്ട് പറയാൻ. രക്തത്താൽ ജയമെടുക്കുകയാ. ഇനോവയുള്ളവരോട് മാത്രം, ഫോർച്യൂൺ ഉള്ളവരോട് മാത്രം, അവൻ 3 നില വീടുള്ളവരോട് മാത്രം, അമേരിക്കൻ മക്കളുള്ളവർ മാത്രം, മാനുഷികമായ നിലയിലുള്ള ഉന്നതിയുള്ളവർ അതുള്ളവരോട് മാത്രം ഇടപഴകുന്ന ഇന്നത്തെ ആത്മീക സമൂഹത്തിൽ ഇന്ന് പകൽ ഞാൻ രാത്രിയിൽ ആത്മാവിൽ ഓർപ്പിക്കുക, ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ ജോലിയുടെയോ ശമ്പളത്തിന്റെയോ പേരിൽ അതിർവരമ്പ് വെക്കുന്ന ഒറ്റയെണ്ണോ സ്വർഗരാജ്യത്ത് പോകില്ല. പാവപ്പെട്ടവരെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ആളില്ല. അവിടെ വല്ലതും ആഹാരം കൊടുത്താൽ അമ്മാമ്മ പറയും ഉപവാസമാണ്, നിന്റെ വയറ്റിൽ അൾസർ വരും. സ്വത്രം നിങ്ങൾ പറയാം, ഞാൻ കുടുംബത്തിൽ പറഞ്ഞാണ്. എന്തോ കുടുംബമാ, എവിടുത്തെ കുള്ളിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ പോലെ പാരമ്പര്യം പറയാൻ ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ ആരെങ്കിലും ഉണ്ടോ? കേരളക്കരയിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യ മഹാരാജ്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഭൂഖണ്ഡങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തോട് കൂടെ ഇരുന്നവൻ, ദൈവമായിരുന്നവൻ, തന്റെ സമുദ്രം വിട്ട് ദരിദ്രനായി തീർന്ന ക്രിസ്തു. അല്ലാതെ ദാരിദ്ര്യത്തിൽ അവൻ ഇരുന്നിട്ട് സമ്പന്നനായി തീർന്ന ക്രിസ്തുവിനെ അല്ല ഞാനും നീയും ആരാധിക്കുന്നത്. സമ്പന്നനായിരുന്നവൻ തന്റെ സമ്പന്നത വിട്ട് സാധുക്കളായ എനിക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി അല്ല, എല്ലാവർക്കും അറുപ്പും വെറുപ്പുമുള്ള ജാതികളായ നമുക്ക് വേണ്ടി, കറുത്തവർക്ക് വേണ്ടി, ആഫ്രിക്കക്കാർക്ക് വേണ്ടി, അതുവരെ ജീവിച്ചവർക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശു. സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, എനിക്ക് കൃപയാൽ എൻ്റെ 11 വർഷത്തെ ശുശ്രൂഷയിൽ എല്ലാ വിധത്തിലും പൊളിറ്റിക്സ് പരമായി, പോലീസ് അധികാരികൾ പരമായി, ബിസിനസ്സുകാർ പരമായി ഒത്തിരി ബന്ധങ്ങളും അതുപോലെയുള്ള ക്രമീകരണങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എനിക്കൊരു കാര്യം വളരെ ശക്തമായി മനസ്സിലായി. എപ്പോഴും സമർപ്പണത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് സാധുക്കളായ ഒരു കൂട്ടം ജനം മാത്രമാണ്. അതിനർത്ഥം പണക്കാരും മോശമായെന്നല്ല. അതിനകത്തും അരിമത്തിയേക്കാൻ യോസഫുമാരെ പോലെ നിൽക്കുന്നവരുണ്ട്. അവിടെ ഇവിടെയൊക്കെ പൊഴിഞ്ഞു മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗാഡ്. അവിടെയും തൻ്റെ ഇടത്തോടെ നിൽക്കുന്നത് ഒന്നും പറയാനില്ലാത്ത മക്കളെ കാര്യത്തിൽ അറിയെ പോലെയുള്ള ചില സഹോദരിമാർ, ചില സാധുക്കള് അവിടെയും ദൈവത്തിനു വേണ്ടി വീറോടെ നിൽക്കുന്നത്. അപകടം നിറച്ച സ്ഥാനങ്ങളിൽ, പ്രതികൂലം നിറഞ്ഞ സ്ഥലങ്ങളിൽ യഹൂദന്മാരെ ഭയപ്പെടാതെ, ജീവിതത്തിൽ ലാഭത്തിലേക്കൊന്നും നോക്കാതെ അവൻ ദൈവത്തിനു വേണ്ടി ഇന്നും നിൽക്കുന്ന ഒരു കൂട്ടം സാധുക്കളുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഈ മക്കളെ? മറ്റുള്ള സഭകളെ അസൂയപ്പെടുമാറാ കർത്താവ് ഞങ്ങളെ മാനിക്കുന്നത്. എൻ്റെ ചർച്ചിൽ ഒരു ഗൾഫുകാരുമില്ല, ഒരു അമേരിക്കക്കാരുമില്ല, ഒരു കാനഡക്കാരുമില്ല. എല്ലാവരും അണ്ടിയാപ്പീസിൽ ജോലി ചെയ്യുന്നവരും വീട്ടുകളിൽ പോയി പണി ചെയ്തവരും ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവരുമാ. എന്നാൽ കഴിഞ്ഞ 1.25 വർഷം കൊണ്ട് 8.5 ലക്ഷത്തിലധികം രൂപ ആ പട്ടണത്തിന് വേണ്ടി ചെലവാക്കുവാൻ, ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പല രീതിയിൽ ചെലവാക്കുവാൻ സാധുക്കളായി ഞങ്ങളെ കൊണ്ട് കർത്താവ് സഹായിച്ചു. ഇന്ന് രാത്രിയിൽ വെളിപ്പാട് പ്രാപിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. നിന്റെ സാക്ഷ്യത്തെക്കാൾ, പ്രബോധനേക്കാൾ അപ്പുറമായ പ്രവർത്തനങ്ങളിലേക്ക് ദിവസങ്ങളിൽ നിന്റെ കൈകൾ ചലിക്കട്ടെ. അവൻ നിന്റെ പ്രവർത്തനങ്ങൾ പോകട്ടെ. നമ്മളൊക്കെ ചെയ്യും. ആർക്ക് ചെയ്യും? ചെയ്താൽ മാന്യത കിട്ടുന്നിടത്തും പേര് കിട്ടുന്നിടത്തും ചെയ്യും. അതാണ് ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ ചെയ്തു ഒറീസയിൽ നിന്ന്. ഞാൻ എന്നെ കൂടെ വന്ന അഭിമന്യുവിനെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതിനകത്ത് ഫീഡ് ചെയ്ത് വെച്ച് ഞാനത് കേൾപ്പിച്ചു, സേവ് ചെയ്ത് വെച്ച് ഞാൻ കേൾപ്പിച്ചു. ഒറീസയിൽ കർത്താവിന് വേല ചെയ്യുന്ന എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ദൈവദാസനാണ്. ഒറീസയിൽ വിവിധ സ്ഥലങ്ങൾ. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പോകുന്ന സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംസ്കാരവുമില്ലാത്ത, ഒരു രൂപ പോലും ദശാംശം കിട്ടാത്ത സാധുക്കളായ ജനത്തിനിടയിൽ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു സാധുവായ ദൈവദാസനായി ആ രീതിയിലാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്നെ കർത്താവ് ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. അവർക്കിപ്പോൾ സ്കൂളിൽ പോകണം പാസ്റ്ററെ. അദ്ദേഹത്തിന് നിവർത്തിയോട് കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, പാസ്റ്ററെ പോകാനുള്ള ഒരു ക്രമീകരണം എനിക്കില്ല, അതുപോലെ ഞാൻ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ആർഭാടപരമായി മൊട്ടയെന്ന് വിരിയാത്ത പിള്ളേർക്ക് 50,000-ന്റെ 30,000-ന്റെ മൊബൈലും ആയിരക്കണക്കിന് രൂപ വിലമതിക്കുന്ന സാരിയും അതുപോലുള്ള വസ്ത്രധാരണവും മേടിച്ചിടുമ്പോൾ ഓർക്കണം നീ. സ്തോത്രം. 3-4 നേരം വിഭവസമർത്ഥമായ രീതിയിൽ ആഹാരം കഴിച്ച് വീട്ടിൽ ആഹാരം വെക്കാതെ മെട്രോപോൾ സിറ്റികളിൽ താമസിക്കുന്നവര് വീട്ടുകളിൽ ആഹാരം വെക്കാതെ ഹോട്ടലുകളിൽ ചെന്ന് ആയിരക്കണക്കിന് രൂപ ആഹാരത്തിന് വേണ്ടി മുടക്കി വയറ് നിറയ്ക്കുമ്പോൾ ഓർത്തോണം, ഒറീസയിൽ എന്റെയും നിന്റെയും മാംസത്തെ പോലെ, മാംസമുള്ള രക്തത്തെ പോലെ രക്തമുള്ള മലയാളികളായ ദേവദാസന്മാർ പട്ടിണി കിടക്കുന്നുണ്ട്. സ്തോത്രം. രാത്രിയിൽ കാഴ്ചപ്പാടുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്തിരി പാടാ ഇവരുടെ അടുക്കലേക്കൊക്കെ പോകാൻ. വിശുദ്ധ നാട് സഞ്ചരിച്ച് 80,000 മുടക്കുന്ന അമ്മാമേ, വിശുദ്ധ നാട് സഞ്ചരിക്കാൻ 1,00,000 മുടക്കുന്ന അച്ചായ ഒറീസയിലേക്ക് ഒരു ദിവസമെങ്കിലും. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു അച്ചായം വിളിക്കുക ഗൾഫിൽ നിന്ന്, ആശയെ പ്രാർത്ഥിക്കണം. എന്തോ ചേച്ചാ ആശയ, ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം ഭാര്യ, ഞാൻ 2 പിള്ളേർ, എൻ്റെ ഒരു കസിൻ, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വിശുദ്ധ നാട് സഞ്ചരിക്കാൻ പോവുക. ഞാൻ ചോദിച്ചു എത്ര രൂപ കഴിച്ചാ? ഇന്ത്യൻ മണി കുറഞ്ഞത് ഒരു 1.25 ലക്ഷം രൂപ ഒരാൾക്ക്. 5 പേർക്കായപ്പോൾ എത്രയായി? പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ പറഞ്ഞു പ്രാർത്ഥിക്കത്തില്ലെന്ന്. ഇവരൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രാവശ്യം പോലും ഇന്ത്യയുടെ മണ്ണിൽ പട്ടിണിപ്പാവങ്ങളുള്ള സ്ഥലത്ത് നീ ഒരു യാത്രയെങ്കിലും ചെയ്തായിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ നാട് കാണാൻ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ പാപികളൊന്നുമല്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ ഞാൻ പ്രസംഗിക്കത്തില്ല. വരെ നിത്യതയിൽ പോകാൻ പറ്റാത്തവർ അവിടെയെങ്കിലും പോയി കാണട്ടെ, ഒരു ആമയും കൂടെ പറഞ്ഞാട്ടെ. അതിനും ആമയിലില്ല. ആരാ ഇതിന് വിശുദ്ധ നാടെന്നിട്ടെ? ഏത് വിശുദ്ധിയുടെ നാടാ? കർത്താവിന്റെ കാൽസ്പർശനം ഏറ്റ സ്ഥലത്തുകൂടെ നടക്കുന്നവർക്ക് അനുഗ്രഹമാണ്. കുഞ്ഞെ, കർത്താവിനെ കരസ്പർശനം അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ട് അനുഗ്രഹിക്കപ്പെടാത്ത നമ്മളാ കാൽസ്പർശനം ഏറ്റ അനുഗ്രഹിക്കപ്പെടുന്നേ. നിങ്ങൾ ചോദിക്കും ബിന്നിപ്പാഷ എന്തെങ്കിലും അവിടെ പോയെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ അന്നായിരിക്കും ഞാൻ പോവും. പൈസ കൊടുത്ത് പോകത്തില്ലെന്ന് ആരെങ്കിലും കൊണ്ടുപോയാൽ പോവും. ഒരാമയും പറ. പൈസ കൊടുത്തായിരുന്നു എന്നേ വായിരുന്നു. അങ്ങനെ പോകത്തില്ല. പൈസ കൊടുത്ത് പോകും. ശ്രീലങ്കയ്ക്ക് പൈസ കൊടുത്തു പോകും. ബീഹാറിന് അങ്ങനെ തന്നെ പോകുന്നത്. പൈസ കൊടുത്തു പോകും. പഞ്ചാബില് പൈസ കൊടുത്തു പോകും. UP-ല് അവിടൊക്കെ പൈസ അങ്ങോട്ട് ചെലവാക്കിയ പോയി പ്രസംഗിച്ചിട്ട് വരുന്നേ പോവും. പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും പൈസ മുടക്കി പോയി നിത്യതയുടെ പ്രതിഫലം കുറയ്ക്കാൻ എനിക്ക് വയ്യ. എനിക്കും ആഗ്രഹമുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടാൽ നല്ലതായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണേ. രാമൻ പറഞ്ഞാൽ നിങ്ങൾ പോകുന്ന ഏതെങ്കിലും ട്രിപ്പിൽ ആളിനെ തികഞ്ഞില്ലേ പറഞ്ഞാൽ ഞാനും കൂടെ വരാം. സ്വതന്ത്രം ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു അപ്പന്റെ നിലവിളി തന്റെ മകന്റെ ജീവിതത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു ആത്മാവിന്റെ ആ സ്വാധീനത്തിൽ നിന്ന് എന്റെ കുഞ്ഞിന് എന്തു വേണം? ദൈവമക്കളെ, അത് കിട്ടിയ ബാക്കിയെല്ലാം ഉണ്ട്. അതില്ലാത്ത നിന്റെ കുടുംബജീവിതം നരകമായിരിക്കും. അതില്ലാത്ത നിന്റെ ആത്മീക സഭ ചത്തത. അതില്ലാത്ത നമ്മുടെ തലമുറകൾ പരാജിതരാ. ഇന്ന് രാത്രിയിൽ ഈ അപ്പനെ പോലെ മെളവിളിക്കാൻ എത്ര സഹോദരിമാരുണ്ട് ഇവിടെ? ഈ അപ്പനെ പോലെ മെളവിളിക്കാൻ ഇവിടെ എത്ര സഹോദരന്മാരുണ്ട്? ഈ അപ്പനെ പോലെ മെളവിളിക്കാൻ ഇവിടെ എത്ര ദൈവദാസന്മാരുണ്ട്? എന്നെ അതിലും ചിന്തിപ്പിച്ചത് തന്റെ മകനെ മറ്റൊരാത്മാവ് പിടിച്ചെന്ന്, മറ്റൊരാത്മാവ് സ്വാധീനിച്ചെന്ന് തിരിച്ചറിയാൻ ഈ അപ്പന് കഴിഞ്ഞല്ലോ എന്നുള്ള വസ്തുതയാണ്. നമ്മുടെ വീട്ടിലൊക്കെ നാളുകളായി ഭൂതം കയറുകയും പോവുകയും സ്ഥിരമായി പെർമനന്റ് താമസമൊക്കെ ആക്കുകയും ചെയ്തിട്ടും നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ അപ്പന് മനസ്സിലായി.
എന്റെ മകനിൽ ഇപ്പോൾ മറ്റൊരു ആത്മാവ് എന്ത് ചെയ്തെന്ന്? കുഞ്ഞേ, മകന്റെ വിടുതലിന് ഉയർച്ചയ്ക്കും തടസ്സം വിട്ടുവന്ന കുടുംബത്തിന്റെ പശ്ചാത്തലത്തോടെ പോരാട്ടവും തൊട്ട അതിർവരമ്പിൽ താമസിക്കുന്ന ജാതീയ കുടുംബങ്ങളുമാണെന്ന് പറയാൻ എളുപ്പമാണ് അല്ലേ? പക്ഷെ ഈ തലമുറയുടെ വിടുതൽ തടസ്സം അന്യരല്ലെന്നും അവനെ മേൽ സ്വാധീനിക്കുന്ന മറ്റൊരാത്മാവാണെന്നും തിരിച്ചറിയാൻ ആ അപ്പന് കഴിഞ്ഞതാ ആ അധ്യായത്തിന്റെ വഴിത്തിരിവ്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒരു തിരിച്ചറിവിലേക്ക് നീ എത്തണം. മറ്റൊരാത്മാവിന്റെ സ്വാധീനത്തെ മനസ്സിലാക്കാൻ, മറ്റൊരാത്മാവിന്റെ സ്വാധീനത്തെ തിരിച്ചറിയാൻ ഒരു ദൈവകൃപയ്ക്കായി രാത്രി പ്രാർത്ഥിക്കണം. ആ ഒരു സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ട് കൊണ്ടുപോകേണ്ടതാ. മറ്റൊരാത്മാവിന്റെ സ്വാധീനം നമ്മളെ കുടുംബത്തിനകത്ത് കയറി തലമുറകളെ പിടിച്ചു വരിഞ്ഞു മുറുക്കി, ഭർത്താക്കന്മാരെ പിടിച്ചു ബന്ധിച്ച് വ്യത്യസ്തമായ തകർച്ചയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അത് തിരിച്ചറിയാൻ കഴിയാതെ ആത്മീക അന്ധതയിൽ ജീവിക്കുന്ന ആത്മീക സമൂഹമാകരുത്. അത് തിരിച്ചറിയണം. മത്തായി സുവിശേഷത്തിലേക്ക് വന്നാട്ടെ, 16-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം മുതൽ 23-ാം വാക്യം വരെ വായിക്കാം. മത്തായി സുവിശേഷം 16, 21 മുതൽ 23 വരെ. യെസ്, ശ്രദ്ധിക്കേണ്ട പ്രസ്താവനകൾ നിനക്കത്തുണ്ട്. മറഞ്ഞു കിടക്കുന്ന ചില വെളിപ്പാടുകൾ എടുക്കുക. പത്രോസ് അവനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ. അടുത്ത വാക്യം, യേശു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല. ശ്രദ്ധിക്കുക, യേശു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോകുക. സീമോൻ പത്രോസിലുള്ള പൈശാചിക സ്വാധീനത്തെ യേശു തിരിച്ചറിഞ്ഞു. നിന്നു പോകേണ്ട ചില ചിന്തകൾ അതിനകത്തുണ്ട്. ഇവിടെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് യേശു താൻ ഈ ഭൂമിയിൽ വന്നതിന്റെ ദൗത്യത്തെ ശിഷ്യന്മാരോട് വിവരിക്കുന്ന ഭാഗമാണിത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ വന്നത്, ഒറ്റ വാക്കിൽ പറയുന്നു. അതിന്റെ ആശയങ്ങളെല്ലാം കോർത്തിണക്കി സമയ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറയുക. 12 ശിഷ്യന്മാരെ ചേർത്തിരുത്തി യേശു വിവരിക്കുന്നു, ഞാൻ ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ വന്നേ. എന്തിനു വേണ്ടിയാ? മരിക്കാൻ, കൊല്ലപ്പെടാൻ. അപ്പൊ യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എനിക്കതിലും വർഷത്തെ യേശുവിന്റെ പ്രേക്ഷിത ദൗത്യം വളരെ വിജയപ്രദമായ ജില്ലയിൽ പിതാവായ ദൈവത്തിന്റെ തിരുഹൃദയം മനസ്സിലാക്കി ഈ ഭൂമിയിൽ അതിന് 1% പോലും പോരായ്മ വരുത്താതെ നസ്രയീനെ പൂർത്തീകരിക്കാൻ പറ്റിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, താൻ ഇവിടെ വന്നതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് തനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഉറപ്പും. എന്തിനാ ബന്ധക്കോസ് വന്നേ? എന്തിനാ ഉപദേശിയായ? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എന്തിനാ വ്യത്യസ്ത ജാതിയാക്കിയേ? ഇതൊന്നും അറിയാത്തൊരു വലിയ സമൂഹമാണ് ഇന്ന് സഭകളിലുള്ള. ഒന്നും അറിയത്തില്ല. എന്തൊക്കെയോ അറിയാം, അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിച്ചോ, സമുദായത്തിൽ നിന്നും ജാതീയ മേഖലയിൽ നിന്നും ദൈവാത്മാവ് മരിച്ചവരായിരുന്ന നിന്നെ വീണ്ടും ഉയർപ്പിച്ച്
കർത്താവ് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നതിന് പിൻപിലുള്ള ലക്ഷ്യത്തെ കുറിച്ച് തിരിച്ചറിയണം. ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ എൻ്റെ മെസ്സേജ് നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് സംഭവിച്ച പരാജയം, സഭ ലക്ഷ്യം മറന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഉള്ള പലതും നമുക്ക് വേണമെന്നായി. ലക്ഷ്യം മറന്നുകൊണ്ടാ. മറ്റുള്ളവരെ പോലെ ഉള്ള പലതും നമുക്കും വേണം. ഞങ്ങൾക്കും അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഉപദേശമാർ കൊടി പിടിക്കാൻ തുടങ്ങി, വിശ്വാസികൾ കൊടി പിടിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും പലതും ഉണ്ടെന്ന്. കുഞ്ഞെ, നിന്നെ കൊടി പിടിക്കാനും നിന്റെ ആൾബലം സെക്രട്ടേറിയറ്റ് മുമ്പിൽ കാണിക്കാനുമല്ല ദൈവം നിന്നെ വിളിച്ചുറക്കിയേ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവൻ പെന്തക്കോസ്തിന്റെ ആൾബലം കാണിക്കാനും സെക്രട്ടേറിയറ്റിന്റെ വാതക്കെ പോയി അവൻ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അവൻ ഇരിക്കാനുമല്ല തമ്പുരാൻ നിന്നെ വിളിച്ചിറക്കിയത്. എത്ര നാണം കെട്ടിയ ഇടപാട്! എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ സഹമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ കോടതിയെ സമീപിക്കുന്നതും മന്ത്രിമാരെ സ്വാധീനിക്കുന്നതും പോലീസ് അധികാരികളെ സ്വാധീനിക്കുന്ന നമ്മളൊക്കെ തന്നെ. കാര്യം നമുക്ക് അത് അത്രയ്ക്ക് ബന്ധങ്ങൾ ദൈവം എന്ത് ചെയ്തു? ദൈവമാണോ തന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായി, നമ്മുടെ പറമ്പിൽ അതിർവരമ്പിൽ ഒരു വിഷയം ഉണ്ടായി, കല്ല് മാറ്റി ഇട്ടു, അല്ലെ കുറ്റി മാറ്റി അടിച്ചു, ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടായി. ചിന്തിക്കുക, പണ്ടത്തെ കാലഘട്ടത്തിൽ എന്താ നമ്മുടെ പിതാക്കന്മാരും അമ്മച്ചിമാരും ചെയ്തുകൊണ്ടിരുന്ന? പഞ്ചായത്ത് മെമ്പറെ വിളിക്കുവോ? സ്ഥലം പോലീസ് സ്റ്റേഷനിലെ SI വിളിക്കുവോ? ആദ്യം ചെയ്തത് എന്താ? നേരെ പാസ്റ്ററെ വിളിക്കും. എന്നിട്ട് പറയും, പാസ്റ്റർ ഇങ്ങനൊരു വിഷയമുണ്ട്, എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ പാസ്റ്റർ എന്താ പറയും? അമ്മ ഒരു കാര്യം ചെയ്യും, പോയി ഒരു പെറ്റീഷൻ എന്ത് ചെയ്ത് എഴുതിയിടാനല്ല അന്നത്തെ പാസ്റ്റർമാർ പറയുന്നത്. അമ്മാമ ധൈര്യമായിട്ട് നിൽക്കുക, ഞായറാഴ്ച ആരാധനയ്ക്ക് നമുക്ക് കൈ ഓർത്ത് പിടിച്ച് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. തമ്പുരാൻ അത്ഭുതം ചെയ്യും. ഇന്ന് രാവിലെ 7 മണിക്ക് പല്ലിയേക്കാനായി പോയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ച ഇവിടുത്തെ കല്ല് മാറ്റിയിട്ടത് കണ്ടു പാടി. ഭാര്യയായ മോളിയെ വീട്ടിനകത്തേക്ക് വിട്ട് മോളി അകത്ത് ചെന്ന് ഫോൺ എടുത്തോണ്ട് വന്ന് ഉടനെ വിളിക്കുക ഇവിടുത്തെ സ്ഥലം MPA, സ്ഥലം MLA, സ്ഥലം പഞ്ചായത്ത് മെമ്പറെ. അവര് പറയുന്നൊരു സാറൊരു കാര്യം ചെയ്യും, രാവിലെ ഒരു 11 മണിയാകുമ്പത്തേന് എന്തുവാ പോലീസ് സ്റ്റേഷനിലോട്ട് വാ, നമുക്ക് അവനെ കേട്ട് രണ്ടെന്ത് ചെയ്യാം. എന്തൊരു സന്തോഷമല്ലേ! അയ്യോ പോയോ എല്ലാവരും ഇവിടുന്ന്. അല്ലേലും അങ്ങനെ ഉള്ളത് പറയുമ്പോൾ ഒന്നും സൂത്രമൊന്നും ഇല്ല. അതാ ഞാൻ രാവിലെയും പറഞ്ഞേ, സ്വോത്രം. പിന്നെ ഈ സ്വോത്രമൊക്കെ പ്രതീക്ഷിക്കുന്ന പാസ്റ്റർമാർക്ക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിതൊന്നും പ്രതീക്ഷിക്കാറില്ല, സ്വോത്രവും പ്രതീക്ഷിക്കത്തില്ല, സ്വോത്രാജ്യം പ്രതീക്ഷിക്കത്തില്ല. ഇതൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതെങ്കിലും കേട്ട് രാമയും പറ. മതി, ഓക്കെ, ഗുഡ്. അപ്പൊ ശ്രദ്ധിക്കുക, പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുക. സഭ എന്ത് ചെയ്തു? നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി എഴുതി കൊടുത്തു. അല്ലേ കുഞ്ഞേ? പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പരിഹരിക്കാൻ പറ്റാത്ത വിഷയം മുട്ടിൽ തടമുണ്ടെങ്കിൽ കിട്ടും. നവംബർ മാസം 21 ദിവസത്തെ ഉപവാസം ഓടനാവട്ടത്ത് നടക്കുക. ആ തുറന്നു കിടക്കുന്ന ടെന്റിൽ തൊട്ടുമേളിൽ ഫൈനാൻസിന്റെ കേച്ചേരി ഫൈനാൻസിന്റെ സ്ഥാപനമാണ്. തൊട്ടു പുറയിൽ സൈഡിൽ ഒരു വലിയ ഹോട്ടലാണ്. ഇവിടുത്തെ ജനത്തിന്റെ കയ്യടിയും ആരാധനയും നിമിത്തം അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ കുഴപ്പമാണ്. ഇവർക്ക് ഹോട്ടലിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല, പറയുന്നൊന്നും കേൾക്കുന്നില്ല. കുറേ ദിവസങ്ങളൊക്കെ സഹിച്ചു. ഞങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റുകൾ ഓരോ ദിവസവും 10-11 പ്രശ്നമുണ്ടായി, വലിയ വിഷമായി. അതിനകത്ത് ഉദ്ദേശിച്ച റിസൾട്ട് അവർക്ക് ലഭിച്ചില്ല. ദൈവം അവിടെയും പ്രവർത്തിച്ചു. ഒരു പോലീസുകാരനും വരാൻ ദൈവം അനുവദിച്ചില്ല. അവിടെയും ദൈവം പ്രവർത്തിച്ചു. 16ാമത്തെ ദിവസം എൻ്റെ കൂടെയുള്ള തടിമാടന്മാരായ കുറച്ച് പിള്ളേർ സെറ്റിനെ കൊണ്ട് വാതക്കെ നിർത്തി രാത്രി 9 മണിക്ക് കുറച്ചു മാടന്മാരുമായിട്ട് വന്ന് നിൽക്കുക വാതക്കെ. സ്വോത്രം. എന്റെ കൂട്ടത്തുള്ള പലരും പല വിധത്തിൽ പ്രതികരിക്കാൻ എന്നോട് അപേക്ഷിച്ചു. ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ പ്രതികരിക്കാം. ഇതറിഞ്ഞ് പലരും മാനുഷിക പ്രതികരണത്തിന് എന്നോട് താല്പര്യം പ്രകടിപ്പിച്ചു. എൻ്റെ ഒരു സ്നേഹിതനെ അറിഞ്ഞ് വിദേശത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ പേടിക്കണ്ട, പോലീസ് സ്റ്റേഷനുമായിട്ട് എനിക്ക് നല്ല ബന്ധമാ. നാളെ മുതൽ 2 പോലീസുകാർ അവിടെ കാണും. ബാക്കിയുള്ള 4-5 ദിവസങ്ങൾ പേടിക്കണ്ട. ആദ്യം എനിക്ക് കൊള്ളാമെന്ന് തോന്നി. തമ്പുരാൻ എന്നോടൊപ്പം ചോദിച്ചൊരു ചോദ്യം, ഇപ്പൊ 2 പോലീസുകാരെ വിടും, ഉപവാസ പ്രാർത്ഥന നടക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ച അവിടെ മീറ്റിംഗ് ഉണ്ട്. അന്ന് ഇപ്പോൾ ഞാൻ നിർത്തിയിരിക്കുന്ന ഗബ്രിയേലിനെ മീകാനെ ഞാനിന്ന് പിൻവലിക്കും.
ഞാനിഞ്ഞ് പിൻവലിക്കും. എന്തോ വേണം പറ. ഇപ്പോഴത്തെ 2 പോലീസുകാരെ വേണോ? പെർമനന്റ് ആയിട്ട് ഞാൻ നിർത്തിയിരിക്കുന്ന ഗബ്രിയേൽ മീകായിൽ വേണോ? കഴിഞ്ഞ 1.25 വർഷമായി എന്നെ എന്തൊക്കെ ചെയ്യാൻ ആരൊക്കെ അവിടെ പരിശ്രമിച്ചെങ്കിലും കൃപയാൽ ഇന്നുതുവരെ രോമത്തെ തൊടാൻ ഒരുത്തരം കൊണ്ടും ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കർത്താവേ, പോലീസുകാരൊന്നും വേണ്ട, നിന്റെ ദൂതന്മാർ മതി, രക്തത്താൽ ജയം. അതുകൊണ്ട് എന്താ ദൈവാത്മാവ് ചെയ്തെന്നറിയാമോ? എനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എനിക്കെതിരെ വെല്ലുവിളി അഴിച്ചുവിട്ട എന്റെ ഉറ്റ മിത്രമാക്കി ദൈവം മാറ്റി. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. ഇന്ന് രാത്രി ശ്രദ്ധിക്ക. മാനുഷിക ആശ്രയത്തിലേക്ക് നീങ്ങി ദൈവത്തിന്റെ പ്രവൃത്തിയെ നീ മുടക്കരുത്. നിന്റെ ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളിൽ എപ്പോഴും പരിഹാരമുണ്ടാക്കാൻ നിനക്ക് കഴിയുന്ന ഒരു വിധികർത്താവുണ്ട്. അത് സ്വർഗത്തിലായിരിക്കുന്നത്. അവനെ ചലിപ്പിക്കാൻ നിന്റെ പ്രാർത്ഥനാമുറിയിൽ കയറുക. Praise God. വിശദീകരിക്കുന്നില്ല. ഇവിടെ യേശു കർത്താവ് വന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. യേശു പറയുന്നു, ഞാൻ വന്നത് ജീവിക്കാനല്ല, പിന്നെന്തിനാ? ഹലോ, നമ്മുടെ അലസതയും മടിയും എല്ലാം മാറും. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയ ഉറപ്പതേ മക്കളെ. സത്യം പറയുക, ദൈവസന്നിധിയിൽ ഞാനിരുന്ന് കുറെ നാളുകൾ പ്രാർത്ഥിച്ചു. എൻ്റെ മുമ്പിലുള്ള ടാർഗറ്റ് എന്താണെന്ന് നീ ഒന്ന് വെളിപ്പെടുത്താൻ. സ്വർഗം എൻ്റെ മുമ്പിലുള്ള ടാർഗറ്റ് ലക്ഷ്യം വെളിപ്പെടുത്തിയതോട് കൂടെ എൻ്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടായി, എൻ്റെ ആവേശം വർദ്ധിച്ചു, എൻ്റെ കാഴ്ചപ്പാടുകൾ വർദ്ധിച്ചു. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ആ ടാർഗറ്റാ. നമ്മൾ ഇറങ്ങിയത് വലിയ ലക്ഷ്യത്തോടൊക്കെയാ. പണ്ട് സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ ജോലി കിട്ടിയ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയിൽ സ്പോർട്സിൽ അദ്ദേഹം വലിയ നിലയിൽ ഓടുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തിന് പോലീസിൽ ജോലി കിട്ടി. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തനിക്കൊരു കള്ളനെ പിടിക്കേണ്ട ഒരു സാഹചര്യം വന്നു. പിടിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ കള്ളനെ പിടിക്കാനായിട്ട് ഈ പോലീസുകാർ ഓടുകയാണ്. ഒത്തിരി ഓടി, പുറകെ ഓടി കള്ളനെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് ഓടി. എന്നിട്ട് കുറെ ഓടിയിട്ട് തിരിഞ്ഞു എന്ന് പറയാ, ഞാൻ ജയിച്ചതെന്ന്. ഇറങ്ങിയത് എന്തിനാ? കള്ളനെ പിടിക്കാനാ. ഈ ഇറങ്ങിയതിന്റെ ഓട്ടത്തിനിടെ ലക്ഷ്യം അങ്ങ് മറന്നു. പിന്നീട് പണ്ടത്തെ സ്പോർട്സ് സ്പിരിറ്റ് അകത്ത് കയറി. ഇങ്ങനെ നമുക്കെല്ലാം പറ്റി. നല്ല ലക്ഷ്യത്തോടൊക്കെ ഇറങ്ങിയത്. കർത്താവിന് വേല ചെയ്യണം, ആത്മാക്കളെ നേടണം, ദൈവ പ്രവർത്തിക്ക് ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങിയേ. ഇപ്പൊ എവിടാ? ഉറങ്ങി തീർന്ന സമയമില്ല, പിന്നെ ആത്മാക്കളെ നേടുന്നത്. വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് അതിൻ്റെ സമയം തികയത്തോണ്ട് ചർച്ച വന്നിരുന്ന ഉറങ്ങുക. അതാക്കി രാമ്യം പറഞ്ഞാട്ടെ. ലക്ഷ്യം മറക്കരുത്. യേശു പറയുക, ഞാൻ വന്നത് ജീവിക്കാനല്ല, പിന്നെ അതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. ലക്ഷ്യത്തെക്കുറിച്ച് മരിക്കാൻ യേശു വന്നെന്ന് വ്യക്തമായ ബോധ്യം യേശുവിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് 3.5 വർഷം യേശു ഭൂമിയിൽ ജീവിച്ചിട്ട് കുറഞ്ഞത് മരിക്കാൻ നേരം അവസാനം ഒരു കല്ലറയെങ്കിലും ഒന്ന് പണിയിപ്പിച്ചിട്ട് യേശുവിന് എന്ത് ചെയ്യാമായിരുന്നു? ജനിക്കാനോ ഒരു സ്ഥലമില്ലായിരുന്നു. അവൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യം യേശുവിന് ഉള്ളതുകൊണ്ട് ആ 3.5 വർഷത്തെ പ്രേക്ഷിത ദൗത്യം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ വന്നതും മരിക്കാനാ. അപ്പൊ ഇത് എൻ്റെ ഭാവനയാണ്. നമ്മൾ നോട്ട് എഴുതുന്ന പോലെ ശിഷ്യന്മാരൊക്കെ ഇത് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. യേശു ഇന്ന് എടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശീമോൻ പത്രോസ് എഴുത്തങ്ങ് നിർത്തി. ശീമോൻ പത്രോസ് എടുത്തു നിർത്തി, പേരകത്ത് വെച്ചു. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് യേശുവിനെ വിളിച്ചു. അവനെ വേറിട്ട് രഹസ്യം പറയാനാ യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി. എന്നിട്ട് എന്താ യേശുവിനോട് പറയുന്നത്? നിനക്കങ്ങനെ ഭവിക്കരുത്. എങ്ങനെയുണ്ട്? നിനക്കങ്ങനെ ഭവിക്കരുതേ. നിനക്കങ്ങനെ വന്നാൽ ഞങ്ങളുടെ കാര്യം എന്താ ചിന്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. നിന്റെ പേരില ഞങ്ങൾ നിൽക്കുന്നത്. നിനക്കങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ആ റേഷനരിയുടെ കാര്യം ആര് നോക്കുമെന്നായിരിക്കും. നിനക്കങ്ങനെ ഭവിക്കരുത്. പത്രോസ് പറഞ്ഞതിന് ആശയം എന്താ? കർത്താവേ, നീ എന്ത് ചെയ്യരുത്?
മരിക്കരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ യേശു എന്താ പറഞ്ഞേ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഈ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മനസ്സലവും മനസാക്ഷിയും ഉള്ളത് നീ മാത്രമാണ്. ഞാൻ മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ബാക്കി 11 പേര് ഹെഡിങ് ഇട്ട് അതിനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നീ ഹെഡിങ്ങും പോയിന്റും ഒന്നും എഴുതാതെ ഹൃദയം തകർന്നവനായി നീ പറയുക, കർത്താവേ നീ എന്ത് ചെയ്യരുതേ? മരിക്കരുതേ. അതുകൊണ്ട് ഇന്നു മുതൽ അസിസ്റ്റന്റ് സൂപ്രണ്ടായി, അസിസ്റ്റന്റ് പ്രസിഡന്റായി ഇന്നു മുതൽ ഞാൻ നിന്നെ നിയമിക്കുന്നു. യേശുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേ അതല്ല എന്നെ അപ്പുറം ചെയ്തേനെ. പത്രോസ് പറഞ്ഞ നല്ല കാര്യമല്ലേ? യേശു മരിക്കാൻ പോകുന്നു പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു നിനക്കങ്ങനെ നല്ല കാര്യമല്ലേ? കേട്ടാ നല്ലതാന്ന് തോന്നും. യേശു അവനെ നോക്കി അസിസ്റ്റന്റ് പാസ് ആക്കുമെന്നല്ല പറഞ്ഞേ. യേശു പത്രോസിനെ നോക്കി അവനോട് പറയുന്ന പ്രസ്താവന ശ്രദ്ധിക്കണം. സാത്താനെ, എന്നെ വിട്ടുപോകുക, നീ എനിക്ക്. ഹോ, എന്തു ദൈവമക്കളെ കർത്താവ് ഇങ്ങനെ പറഞ്ഞേ? പത്രോസിനെ നോക്കി യേശു പറയുക, സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ അതിനർത്ഥം പത്രോസ് യേശുവിനെ വിട്ടു പോകാനാണോ അതിൻ്റെ ആശയം? അങ്ങനെയാണെങ്കിൽ പിന്നെ പത്രോസ് എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് ശിക്ഷകണത്തിൽ പൊയ്ക്കോടോ യേശു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. യേശു പറഞ്ഞത് സാത്താനെ എന്നെ വിട്ടുപോ എന്ന് വെച്ചാൽ പത്രോസിന്റെ അകത്തൊരു വലിയ ബോധ്യം യേശു വരുത്തുക. പത്രോസേ, നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ നിനക്ക് കാണാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത മറ്റൊരു ശക്തി, അതിന്റെ സ്വാധീനം നിന്നിലുണ്ട്. അതാ നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ. യേശുവിന്റെ ആത്മാവില്ലാത്തവൻ ഇത് കേട്ട കൈയടിക്കും, ഈ ദൂത് ഏറ്റെടുക്കും, ആമേൻ പറയും, വിസിറ്റിംഗ് കാർഡും മേടിച്ചു പോകും. പക്ഷെ യേശുവിന്റെ ആത്മാവുള്ളവൻ ശാസിച്ചതിനെ. ശ്രദ്ധിക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞേ? പറഞ്ഞ വാക്കിനകത്തൊരു വലിയ അപകടമുണ്ട്. കേൾക്കാൻ വലിയ സുഖമാണ്, നിനക്കങ്ങനെ ഭവിക്കല്ലേ എന്നാ പറഞ്ഞത്. കേൾക്കാൻ നല്ല സുഖമാണ്, പക്ഷെ അതിനകത്തൊരു അപകടമുണ്ട്. എന്താ അപകടം എന്നറിയോ? യേശു കർത്താവ് ഭൂമിയിൽ വന്ന് മരിക്കണം എന്നുള്ളത് യേശുവിന്റെ പദ്ധതിയല്ല. ലോകസ്ഥാപനത്തിന് മുൻപ് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. ലോകസ്ഥാപനത്തിന് മുൻപ് നിയമിക്കപ്പെട്ട ദൈവത്തിന്റെ പദ്ധതിയാണ് യേശു കർത്താവിന്റെ മരണം. അങ്ങനെയെങ്കിൽ പത്രോസിൽ കൂടെ സ്വാധീനിച്ച മറ്റൊരാത്മാവിന്റെ ശക്തി ഇപ്പോൾ പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കണം. നിനക്കങ്ങനെ എന്ത് ചെയ്യരുത് എന്ന് വെച്ചാൽ, അനാദികാലം മുൻപേ നിർണയിക്കപ്പെട്ട ദൈവത്തിന്റെ പദ്ധതി ഇവിടെ മടക്കരുത്. അത് പൊളിക്കണം, അത് പൊളിയണം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. കേൾക്കാൻ നല്ല സുഖമുള്ള വാർത്തയാണെങ്കിലും ആ വാർത്തയ്ക്കകത്തുള്ള പൈശാചിക സ്വാധീനത്തിന്റെ മണ്ഡലം യേശു കർത്താവ് തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവമക്കളെ, നിന്റെ കുടുംബത്തോട്, നിന്റെ ശുശ്രൂഷയോട്, നിന്റെ സഭയോട് പിശാച് തൊടുത്തുവിടുന്ന പല വെല്ലുവിളിയുടെ വാർത്തകൾ, അപകടത്തിന്റെ വാർത്തകൾ, അതേ വെളിപ്പാടിൽ തിരിച്ചറിയണമെങ്കിൽ പലതിനകത്തും മറഞ്ഞിരിക്കുന്ന മരണത്തെ, മറഞ്ഞിരിക്കുന്ന അനർത്ഥത്തെ, മലർന്നിരിക്കുന്ന പൈശാചിക സ്വാധീനത്തെ തിരിച്ചറിയണം. ഏതെങ്കിലും കപ്പക്കഷണമോ ഉണക്കമീനോ ഒക്കെ അതിനകത്ത് വിഷം കയറ്റി എലിയെ പിടിക്കാനായിട്ട് വെക്കുമല്ലോ, അല്ലേ? എലി നല്ല താല്പര്യത്തോടാ ഈ ഉണക്കമീൻ എന്ത് ചെയ്യുന്നേ? തിന്നുന്നത്.
പക്ഷേ അതിന് അതിൻ്റെ മണം പിടുത്തത്തിൽ അതിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്തുണ്ടെന്ന്. വിഷമുണ്ടെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ ഉയർച്ചയ്ക്കാണെന്ന്. പക്ഷെ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം, നാം ചിന്തിക്കാത്ത വിധത്തിൽ നമുക്ക് ആഹാരമാക്കി നമ്മുടെ ഭാവി എന്ന വിധത്തിൽ നമ്മുടെ മുമ്പിൽ ഒരുക്കുന്ന പലതിൻ്റെയും അകത്ത് മറച്ചു വച്ചിരിക്കുന്ന വിഷാംശത്തെ, മറച്ചു വച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ അവ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അവ ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിക്കപ്പെടണം. ആത്മവിവേചനത്തിന്റെ വെളിപ്പാട് പ്രാപിക്കണം. സ്തോത്രം. ഇപ്പൊ ശ്രദ്ധിക്കണം, പത്രോസ് പറഞ്ഞ പ്രസ്താവനയ്ക്കകത്ത് മാനുഷിക കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നും ഒരു കുഴപ്പവും. ഞാനിത് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് പോയ ഒരു സംഭവം. 2 മക്കളാണ്. മൂത്ത മകൾ പെങ്കൊച്ച, രണ്ടാമത് മോന. നല്ല ഭൗതിക നിലവാരമുള്ള കുടുംബമാണ്. പെങ്കൊച്ച് നന്നായി പഠിക്കും. കേരളത്തിൽ തന്നെ എഞ്ചിനീയറിങ്ങിന് കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മാർക്ക് കുറഞ്ഞാലും പൈസ കൊടുത്താലും കിട്ടും. പക്ഷെ പെങ്കൊച്ചിന് ഒറ്റ വാശി, പൂനെയിൽ മാത്രമേ എനിക്ക് പൂനെ പഠിക്കുന്നത്. അത് ബാംഗ്ലൂരൊക്കെ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിലോട്ട് വരാനൊരു ടെൻഡൻസി ഉണ്ടാകും. പൂനെയിലാകുമ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകും. തിരിച്ച് ദൂരെയല്ലേ, നമ്മളിന്ന് കേരളത്തിൽ പഠിക്കുക ഇല്ല. അവിടെ ആകുമ്പോൾ 2-3 ഭാഷകളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ മാതാപിതാക്കൾ സന്തോഷമായി. ഭാവിയെക്കുറിച്ച് ഇപ്പോഴെങ്കിലും എൻ്റെ മോൾ എന്ത് ചെയ്യാൻ തുടങ്ങിയല്ലോ, ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. പറഞ്ഞ പ്രസ്താവനയ്ക്കകത്തുള്ള ചതി തിരിച്ചറിയാൻ കഴിയാതെ കൊച്ചിനെ പൂനെ പഠിക്കാൻ വിട്ടു. 3-ാമത്തെ വർഷമാണ് അറിയുന്നേ പൂനെ പഠിക്കാൻ പോയതിൻ്റെ പിൻപിലെ ചതി എന്താന്ന്. ചതി ഇത്രയേ ഉള്ളൂ. 10ാം ക്ലാസ് മുതൽ കൂടെ പഠിച്ച് ഇഷ്ടപ്പെട്ട ചെറുക്കൻ, പ്രേമിച്ചവൻ, വിട്ടുമാറാൻ മനസ്സില്ലാത്തവൻ, അവൻ അഡ്മിഷൻ കിട്ടി എവിടെ? ഉറക്കെ പൂനെയിൽ. അതുകൊണ്ട് അവനെ പ്രേമിക്കാൻ ഇവളും തീരുമാനമെടുത്തു, എനിക്കും പൂനെയിൽ അഡ്മിഷൻ മതി. പറഞ്ഞ പ്രസ്താവനയ്ക്കകത്ത് കേട്ടാൽ എന്തെങ്കിലും ചതിയുണ്ടോ? ഇത് വെളിപ്പെടണമെങ്കിൽ അകത്ത് ആത്മാവ് വേണം. ഏതാത്മാവാ? കീബോർഡ് പൊട്ടിക്കുമ്പോൾ ഇളകുന്ന ആത്മാവല്ല, യേശുവിന്റെ അകത്ത് വ്യാപരിച്ച ആത്മാവ്, വിവേചനത്തിന്റെ ആത്മാവ്. പുറത്ത് ചിരിച്ചു കാണിച്ചിട്ട് അകത്ത് പല്ലറമ്പുന്ന വ്യക്തികളെ അകത്ത് ആത്മാവ് തിരിച്ചറിയാനുള്ള ആ വെളിപ്പാട് പ്രാപിക്കണം. ഇല്ലെങ്കിൽ അപകടമാ കേട്ടോ. പിന്നെ കിടന്ന് കരയണം. സ്തോത്രം. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഉപദേശിമാർക്ക് ഇഷ്ടം പോലെ പണിയായി. മീറ്റിംഗ് ഇല്ലാത്തവർക്ക് ഇഷ്ടം പോലെ മീറ്റിംഗ്. പോരാട്ടം ഉണ്ടെന്ന് പറയുന്നവർക്ക് പിന്നെ കാശായിരുന്നു. എന്തെല്ലാം ആരെല്ലാം കിട്ടിയെന്ന് ആരൊക്കെ പോയി പറഞ്ഞ ദൈവത്തിനറിയാം. ആ കൂട്ടത്തിൽ എന്നെയും കൂടെ വിളിച്ചേ. എനിക്ക് പിന്നെ ഈ ഇല്ലാത്ത കെട്ടുണ്ടെന്നും ഇല്ലാത്ത പോരാട്ടം ഉണ്ടെന്നും പറയാൻ അറിയത്തില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു, ഇപ്പം അറിയത്തില്ല. എന്താണെന്നറിയത്തില്ല. വലിയ പാടായി. ഇപ്പം ഹോത്രാഴ്ച ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. നീ നാളെ വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്ക് പറ്റത്തില്ല. എടാ, നിന്റെ കയ്യിരിപ്പുണ്ട് ബന്ധനമാണെന്ന് പറഞ്ഞാൽ എന്തു പ്രയോജനമാണ്? കേൾക്കാൻ സുഖമാ, പറയാനും എളുപ്പമാ, പക്ഷെ ജീവിതത്തിന് സ്വസ്ഥത അനുഭവിക്കത്തില്ല. രക്തത്താൽ ജയമെടുക്കുന്നു. എൻ്റെ ചർച്ചിൽ ഒരു കുടുംബമുണ്ട്. മോടെ കല്യാണം നടക്കത്തില്ല. ഭയങ്കര പ്രശ്നമാണ്. 1-2 ന്യൂ ജനറേഷൻ സഭകളിൽ, മെഗാ ചർച്ച് സഭകളിൽ പോയി കാര്യങ്ങളൊന്നും നടക്കാതെ എൻ്റെ പ്രാർത്ഥനയിൽ വന്നവരാണ്. അവർ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ എങ്ങും പോകുന്നില്ല, ഞങ്ങൾക്ക് നല്ലൊരു അടിസ്ഥാനം വേണം, ദയവായിട്ട് കൈവിടരുത്. ഈ മറ്റ് സഭകളിൽ നിന്ന് പോകുന്നവരെ എടുക്കുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആത്മീകമായിട്ട് വളരണമെന്നും അല്ലെങ്കിൽ അവർ കൈവിട്ട് പോകുമെന്നും മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, വേറെ എങ്ങും പോകത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങളൊക്കെ നിൽക്കാൻ താല്പര്യം വന്ന് കൂടിക്കോളാൻ പറഞ്ഞു. വന്ന് കൂടി. അത്യധിക ലക്ഷം മോടെ കല്യാണമായിരുന്നു. പല പ്രാവശ്യം കല്യാണം നടക്കാത്തതിൻ്റെ വിഷയം എന്താണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. വിഷയം പറയുമ്പോഴൊക്കെ എനിക്കെതിരെ ഈ പെങ്കൊച്ചിൻ്റെ അമ്മയും എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി വീട്ടിനകത്തൊക്കെ. ആ പുള്ളി ആരാ ഇതൊക്കെ പറയാൻ? വീട്ടിനകത്ത് എന്നും അടിയാ. അമ്മയും മോളും ചേരത്തില്ല. മോള് പറയുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മ പറയുന്ന മോക്ക് ഇഷ്ടം, രണ്ടും ഒരുമിച്ച് നടക്കത്തില്ല. വീട്ടിലൊന്നും അടിയാ.
ഇത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം അടി നിർത്തത്തില്ല. ഇവരപ്പോഴും പറയുന്നത് ഇല്ല, വീട്ടുകാരെ കണ്ടോ, ഏതാ തൊട്ടപ്പുറത്തൊരു വീട്ടുണ്ട്, അവർ വർഷങ്ങളായിട്ടങ്ങ് ദോഷം ചെയ്യുക. അവർ പാവങ്ങൾ അറിഞ്ഞിട്ട് കാര്യം പോലും അല്ല, അവർ വർഷങ്ങളായിട്ട് ദോഷം ചെയ്യുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അവരെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അവരുടെ ദോഷമല്ല, നിങ്ങളുടെ കയ്യിരിപ്പാ, കൊണപ്പെട്ട വിടുതല. പല പ്രാവശ്യം കൗൺസിൽ ചെയ്തു, പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് അവർക്ക് ബോധ്യപ്പെടുത്തി. ആ തള്ളയുടെ മേലുണ്ടായിരുന്നൊരു ഭൂതം ഒരാരാധന പുറത്തു വന്നപ്പോൾ ഭൂതം പറഞ്ഞു, നിന്റെ മോടെ കല്യാണം നടത്താത്തത് ഞാനാ, നിന്റെ വീട്ടിൽ എനിക്ക് വലിയ സ്ഥാനമാണ്, അതുകൊണ്ട് നിന്റെ മോടെ കല്യാണം ജീവിതത്തിൽ ഞാൻ നടത്തുമെന്ന് ചിന്തിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞ് തള്ളയുടെ അകത്തിരുന്ന ഭൂതം ഇത് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ മോക്കും മനസ്സിലായി, അപ്പനും മനസ്സിലായി വിഷയത്തിൽ രൂപം വേറെയാന്ന്. അവസാനം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം പ്രവർത്തിച്ചു. അടുത്ത മാസം കല്യാണമാണ്. നീ ചതിക്കപ്പെടരുത് കേട്ടോ, നീ വഞ്ചിക്കപ്പെടരുത്. പോരാട്ടമാണെന്ന് പറയാൻ ഇഷ്ടം പോലെ പ്രവാചകൻ കാണും, പക്ഷെ മാനസാന്തരപ്പെടണമെന്ന് പറയാൻ കർത്താവ് മാത്രമേ കാണൂ. രക്തത്താൽ ജയം. ശ്രദ്ധിക്കുക, പറഞ്ഞ പ്രസ്താവനയ്ക്കകത്ത് മറഞ്ഞിരുന്ന ചതി യേശു തിരിച്ചറിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 16 മുതൽ വായിക്കുമ്പോൾ എടുക്കണ്ട, പൗലോസിനെ കുറിച്ചാ. പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്തോട്ട് ചെല്ലുന്ന സമയം വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കുന്ന ഒരു ബാല്യക്കാരുത്തി പൗലോസിനെ എതിരേറ്റു. ശ്രദ്ധിക്കണം, ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കുന്ന, ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്നത് ഫോർച്യൂൺ ടെല്ലിംഗ് എന്ന, ഭാഗ്യം പറയുന്നവൾ. എന്തോ പറയുന്നവൾ? ഈ പിശാചിന്റെ ആത്മാവ് പറയുന്ന ദൂതനകത്തൊന്നും മാനസാന്തരം കാണത്തില്ല, എല്ലാം എന്തോ ആയിരിക്കും? ഭാഗ്യം. ഞാൻ അവരെ വിളിക്കുന്നതാണ് ലോട്ടറി പ്രോഫറ്റ്സ്, ലോട്ടറി പ്രവാചകന്മാർ. നാളെ ഭാഗ്യം 1 കോടി 1 കോടി 1 കോടി 10 ലക്ഷം മാരുതി കാർ ഇനോവ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അയ്യോ, ലോട്ടറി പ്രോഫറ്റ്സ്. കുഞ്ഞേ, ദൈവാത്മാവല്ലെന്നുള്ള അനുവാദം. സ്വതന്ത്രം. കർത്താവ് നമ്മളെ കൊണ്ടുവന്നത് അമേരിക്ക വിടാനാണോ നമ്മളെ വിളിച്ചത്? ഈ നമ്മുടെയൊക്കെ ലക്ഷ്യം ഇത് മാത്രമാകുന്നത് എന്താ? പേരൻസിന്റെ എല്ലാം പ്രാർത്ഥന, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ, അക്കരയ്ക്കൊന്ന്. ഏതക്കരയാ മാമേ? പക്ഷെ അക്കരെ ദൂതുണ്ടേ. അതെന്തിനാ മാമേ? അവരവിടെ പോയ എനിക്കും പുറകെ അങ്ങ്. ഓ, നല്ല ആഗ്രഹമാണ്. എൻ്റെ പൊന്നു കുഞ്ഞാടുകളെ, അക്കരയ്ക്ക് വിടാൻ മനസ്സുണ്ടെങ്കിൽ തമ്പുരാൻ വിടും. സാക്ഷിയൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞില്ല, സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. സ്തോത്രം. 2001 ഭവനം വിട്ടുപോയി. 2004 വരെ ഗുജറാത്തിലും ബോംബെയിലും ഒക്കെ ലോകം മനുഷ്യനായി ജീവിച്ചു. എൻ്റെ പിതാവ് ആ കാലഘട്ടത്തിൽ കേരളക്കരയെ ഇളക്കി മറിക്കുന്ന ഒരു അഭിഷക്തനായി ഓടുന്ന സമയമാണ്. കൊട്ടാരക്കരയിൽ നിന്ന് താൻ ബസ് കയറുമ്പോൾ ട്രിവാൻഡ്രത്തിരിക്കുന്ന ഭൂതം വിളിച്ചു പറയും, അദ്ദേഹത്തോട് പറ ബസ് കയറേണ്ടത്, ഞാനങ്ങ് പോവുക. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വീട്ടിൽ ഭ്രാന്തന്മാരുടെ ബഹളമാണ്. ചങ്ങലയ്ക്കകത്തിട്ടവരെ കെട്ടി വീട്ടിൽ കൊണ്ടുവരും. ആ മനുഷ്യന്റെ പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പിതാവ് സൗഖ്യമായതും അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നായതിനാൽ ദൈവം ആ വിധത്തിൽ തന്നെ ഉപയോഗിച്ചു. ഈ കാലഘട്ടത്തിലാണ് പിശാചനെ മറ്റൊരു വിധത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയത്. 3 വർഷങ്ങൾ ബോംബെയിലും ഗുജറാത്തിലും കറങ്ങി നടന്നു. വിദ്യാഭ്യാസങ്ങൾ പൂർത്തീകരിക്കാതെ ഇവിടുന്ന് പോയേ. എൻ്റെ ആഗ്രഹങ്ങളൊന്നും വിജയിച്ചില്ല. 2004 പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് ആത്മഹത്യ മാത്രം മുമ്പിൽ കണ്ട് ഗുജറാത്തിൻ്റെ കച്ച് ഡിസ്ട്രിക്റ്റിൽ ഗാന്ധിധാം റെയിൽവേ കട്ടിനെ ലക്ഷ്യമാക്കി വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ ചാടി അവസാനിക്കുവാൻ ആഗ്രഹിച്ച എന്നെ പരിശുദ്ധാത്മാവ് റെയിൽവേ ട്രാക്കിന് 1 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് ദമസ്കോസിൽ ശൗലിനെ പിടിക്കുന്ന പോലെ എന്നെ പിടിച്ചതാ. അവിടെ ദൈവം തിരിച്ചു. വെറും പോഷനായിരുന്നു. പൊട്ടൻ എന്ന് വെച്ചാൽ പൊട്ടന്മാരിൽ പൊട്ടൻ. എൻ്റെ രൂപവും ഭാവവും ഒന്നും ഇതല്ല.
എല്ലാ വിധത്തിലും പോഷനായിരുന്ന എന്നെ കർത്താവ് അനേക രാജ്യങ്ങളിൽ ഫ്ലൈറ്റുകൾ അനേകം മാറി മാറി മടുക്കത്തക്ക രീതിയിൽ കർത്താവ് കയറ്റിയതും കയറ്റുന്നതും അതിനുവേണ്ടി ഉപവസിച്ചിട്ടല്ല. എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരും ഒരു രാജ്യത്തുമില്ല. എൻ്റെ അപ്പൻ്റെ വീട്ടുകാരെല്ലാം മാർത്താണ്ഡൻകാരാണ്. കുറേ ആൾക്കാർ പാറശാലയിൽ കിടപ്പുണ്ട്, കുറേ എണ്ണം മാർത്താണ്ഡ് കിടപ്പുണ്ട്, കുറേ എണ്ണം കുലശേഖരൻ കിടപ്പുണ്ട്. എല്ലാ നായർ കുടുംബത്തിൽ ആ ജീവിതം ജീവിക്കുന്നവരാണ്. എൻ്റെ മാതാവിൻ്റെ വീട്ടുകാരെല്ലാം CPM വിശ്വാസികളാണ്. വെള്ളയും മാത്രം ഇടുന്നവർ, അവർ മാത്രമേ പോകത്തുള്ളെന്ന് അവർ പറയുന്നേ. ഈ രണ്ട് കുടുംബങ്ങളുമായിട്ട് വലിയ ബന്ധങ്ങളില്ല, എങ്കിലും ബന്ധമുണ്ട്. എന്നാൽ CPM-കാരായിട്ട് ബന്ധം ഇവർക്കുണ്ട്. രാമ്യം പറഞ്ഞാട്ടെ, അവർക്ക് ഞങ്ങൾ ഇപ്പോഴും ഒരു അറപ്പാണ്. സ്വത്രം അവിടെ കൂട്ടത്തിലുള്ള അല്ലാത്തതിനാൽ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിലില്ലാത്തതിനാൽ ഈ രണ്ട് ഗ്രൂപ്പും ഇവരുടെ എവിടൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ, നാളുകളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ യാത്ര ചെയ്ത ഒരൊറ്റ യാത്രയിലും ഒരമ്മാച്ചൻ്റെ മോനും ഒരു കൊച്ചപ്പൻ്റെ മോനും ഒരനന്തരവനും ഇല്ലായിരുന്നു. എല്ലാം യഹോവയുടെ വഴിയായിരുന്നു, യഹോവയുടെ കരുതലായിരുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള കടലിനക്കരെ പോകുന്ന യാത്രയുടെ വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്ക് സമയം കളയാതെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാകണം. സ്തോത്രം. ശ്രദ്ധിക്കണേ, എന്താ ഇവിടെ പറയുന്നേ? പൗലോസിന്റെ പിന്നാലെ അനുഗമിച്ച ഭാഗ്യം പ്രവചിക്കുന്നവൾ ഇവൾ യജമാനന്മാർക്ക് എന്ത് ചെയ്യുന്നു? ലാഭമുണ്ടാക്കുന്നു. പൗലോസിന്റെ പിന്നാലെ അനുഗമിച്ച് പൗലോസിനോട് ദൂത് പറയാൻ തുടങ്ങി. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം അറിയിക്കുവാൻ അത്രേ നിങ്ങൾ വന്നത്. ഇത് പല നാളുകൾ ചെയ്തു എന്നാ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ അനന്തരമുള്ള വാക്യങ്ങൾ ഇങ്ങനെ: ഒരു ദിവസം പൗലോസ് തിരിഞ്ഞ് അവളിലുള്ള, അവളെയല്ല, അവളിലുള്ള ഭൂതത്തോട് അവൾ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. ആ ക്ഷണത്തിൽ അവർക്ക് വിടുതലുണ്ടായി. കണ്ടോ? ലക്ഷണം പറഞ്ഞ, ഭാഗ്യം പറഞ്ഞ, നല്ല വർത്തമാനം മാത്രം പറഞ്ഞ, ചീത്ത വർത്തമാനം ഒന്നും പറയാത്ത, വെളിച്ചപ്പാടത്തൂടെ അകത്തു വ്യാപരിച്ച ആത്മാവ് ശരിയല്ലെന്ന് പൗലോസേ എങ്ങനെ നിനക്ക് മനസ്സിലായി? BTH കൊണ്ട് മനസ്സിലായോ? ബീഡി കൊണ്ട് മനസ്സിലായോ? പാരമ്പര്യം കൊണ്ട് മനസ്സിലായോ? പൗലോസ് പറയും, ഇല്ല ഇല്ല ഇല്ല, എന്റെ അകത്തിരിക്കുന്ന ദൈവാത്മാവിനാൽ. സ്തോത്രം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. അകത്ത് ഒറിജിനൽ പരിശുദ്ധാത്മാവാണ് ഇരിക്കുന്നതെങ്കിൽ ഒറിജിനൽ അല്ലാത്തത് വരുമ്പോ നിന്റെ അകത്തെ ആത്മാവ് ഈ ആത്മാവുമായിട്ട് എന്ത് ചെയ്യില്ല? ചേരില്ല, ചേരാൻ പറ്റില്ല. എന്താ നമ്മൾ ചേരാൻ കാരണം? രണ്ടും ഒന്നായതുകൊണ്ടാ. അവൻ്റെ അകത്തിരിക്കുന്നതും നമ്മുടെ അകത്തിരിക്കുന്നതും എല്ലാം ഒന്നാ. കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണം. വെളിച്ചപ്പാടത്തോടെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ സ്വാധീനത്തെ തിരിച്ചറിയാതെ ദൂത് കേട്ട് നമ്മളെ പോലെ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഫിലിപ്പിയിൽ ഒരു സഭ ഉണ്ടാവൂ? എന്താ? ഒരു ദൈവപ്രവൃത്തി നടക്കരുത്. നിന്റെ കൂടാരത്തിനകത്തൊരു പണി നടക്കരുത്. നിന്റെ തലമുറയ്ക്കൊരു ഉത്താരണം ഉണ്ടാകരുത്. നിന്റെ സഭയ്ക്കൊരു വളർച്ച ഉണ്ടാകരുത്. അതിനെ ഏത് വിധത്തിൽ പൊളിച്ചു കളയാൻ ശത്രുവായവൻ ഉയർത്തിക്കൊണ്ടുവരുന്ന വെല്ലുവിളികളെ ഈ രാത്രി തിരിച്ചറിയാൻ യേശുവിന്റെ ആത്മാവിനെ പ്രാപിക്കണം. നമ്മുടെ സഭകളൊക്കെ അമിതമായി ഇൻസ്ട്രുമെന്റ്സിനെ, അമിതമായി സൗണ്ട് സിസ്റ്റത്തെ, അമിതമായി ഇതിനെയെല്ലാം സ്വാധീനിക്കുന്ന, ഇതിനെയെല്ലാം ജീവിതത്തിൻ്റെ ആത്മീയ ഭാഗമാക്കി മാറ്റുന്ന തലത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തണം. ടെമ്പോ കൂട്ടുന്നതിനനുസരിച്ചുള്ള അന്യഭാഷയും
സൗണ്ട് കൂട്ടുന്നതിനനുസരിച്ചുള്ള അഭിഷേകത്തിന്റെ തലങ്ങളും ഒക്കെ അവസാനിച്ചിട്ട് ഒറിജിനലായ ആത്മമണ്ഡലം. സ്തോത്രം. എനിക്കും വലിയ സുഖമാണ്. നല്ല സിസ്റ്റമൊക്കെ ഇട്ട് തുള്ളാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും? തുള്ളിപ്പോ. അതിന് വലിയ അഭിഷേകമൊന്നും വേണ്ട. ഉത്സവത്തിന് ചെണ്ടമേള കാണാൻ പോയി ഒന്ന് റോഡ് സൈഡിൽ നിന്നേ. ചെണ്ടമേള കാണാൻ ഒരു ഉദാഹരണം പറയാം, പോയി നിൽക്കുകയും ചെയ്യരുത്. ഉത്സവത്തിന് ചെണ്ടമേള കാണാൻ റോഡ് സൈഡിൽ പോയി നിന്നേ. ആ ചെണ്ടയുടെ ശബ്ദവും ആ മേളത്തിന്റെ സൗണ്ടും കേട്ട് നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും? അഭിഷേകം കൊണ്ടാണോ? അതതിന്റെ സംഭവം. അതങ്ങനെ സംഭവം. അത് അതുകൊണ്ടില്ലേ ഐഡിയ സ്റ്റാർസ് അഭിഷേകമില്ലാത്തവനെയൊക്കെ കേറ്റി പാടിയും പാടിപ്പിച്ചുമൊക്കെ നമ്മൾ ആത്മാവിലാകുന്നേ. അങ്ങനെ ഗതികേട് നമുക്കെത്തി. പുള്ളിക്കാരൻ ആലപ്പുഴ IPC സെൻട്രൽ കൺവെൻഷന്, പേരൊന്നും ഞാൻ പറയുന്നില്ല, പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. പുള്ളി പറഞ്ഞെങ്കിൽ മണിക്കൂറിന് ലക്ഷങ്ങളാ കൊടുക്കാൻ. ബന്ധക്കോസുകാരുണ്ടല്ലോ, കൊടുക്കാൻ അച്ചാച്ചന്മാർക്കുണ്ടല്ലോ. ആത്മീയ ആരാധനയെ പാടിപ്പിച്ച് തുള്ളുന്ന പെന്തക്കോസുകാരുടെ കാലഘട്ടത്തിന് തിരശ്ശീല വീഴണം. സ്തോത്രം. ഇതിനൊക്കെ ആര് ഈ കാലഘട്ടത്തിൽ ശബ്ദമുയർത്തും? അതിന് ശബ്ദമുയർത്തുന്ന കൊങ്ങാക്കി പിടിക്കാനാ ആൾക്കാർ നടക്കുന്നത്. കൊങ്ങാക്കി പിടിച്ചോടെ കുഴപ്പമൊന്നുമില്ല, രക്തത്താൽ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞ് ഇവനൊന്നും പാടണ്ട, ആ പഴയ ഡ്രം ഇങ്ങോട്ട് കൊണ്ടുപോവാ, അതങ്ങോട്ട് അടിക്ക്, ആത്മാവ് കൈയടിച്ചൊന്ന് ആരാധിക്ക്. അന്നത്തെ മീറ്റിംഗിൽ ആത്മശക്തി ഇറങ്ങും, ബന്ധനങ്ങൾ അഴിയും, രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവിനെ ഇറക്കാനായിട്ടെന്ന് കുറെ ആൾക്കാർ നടക്കുക. പരിശുദ്ധാത്മാവിനെ ഇറക്കാൻ അതിന്റെ തുടക്കത്തിൽ ഈ പാട്ടേ പാടൂ, വെൽക്കം ഹോളി സ്പിരിറ്റ്. പുള്ളി പറയുന്നത് ഇത് പാടിയാലേ സാധനം പാടുന്നത് തെറ്റൊന്നുമല്ല. വെൽക്കം ഹോളി സ്പിരിറ്റ് പാടിയാലേ പുള്ളിക്കാരൻ എന്ത് ചെയ്യത്തുള്ളൂ. പിന്നെ നീ ആരുടെ പരിശുദ്ധാത്മാവിനെ ഇറക്കാൻ? എന്റെ പോക്കറ്റ് ഇരിക്കുവാണോ ഇത്? രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒഴുകാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഒഴുക്കിനനുസരിച്ച് നീന്താൻ എളുപ്പമല്ലേ? ആണോ? പ്രയാസം എന്താ? ഒഴുക്കിന് ഇച്ചിരി പാടാ, അല്പ പ്രയാസമാ, ഇച്ചിരി തൻ്റെ ഇടമൊക്കെ വേണം, കൈക്കും കാലിനും കരുത്ത് വേണം, എങ്കിലേ ഒഴുക്കിനെതിരെ നീന്താൻ പറ്റൂ. ഈ കാലഘട്ടത്തിലെ ആത്മീയതയ്ക്കൊരു ഒഴുക്കുണ്ട്, അതിനെതിരെ നീന്താൻ ഇച്ചിരി പ്രയാസമാ. പക്ഷെ നീന്താൻ നിയോഗം ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ലെങ്കിലും, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ലെങ്കിലും, ഇന്ന് രാത്രി നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിനെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒറിജിനൽ ആത്മാവകത്ത് വേണം. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വേണ്ട. ഒറിജിനൽ ആത്മാവ്, റിയലായിട്ടുള്ള ആത്മപ്രവർത്തനം നമ്മുടെ സഭകളിൽ നടന്നാൽ ഞാൻ ഉറപ്പു തരാം, മറ്റൊരാത്മാവിന്റെ സ്വാധീനമുള്ളവൻ ഇതിനകത്ത് കയറിയാൽ അവനെ കെട്ടഴിഞ്ഞിരിക്കും. അപ്പൊ കണ്ടോ, യേശു പത്രോസിന്റെ അകത്തിരുന്ന മറ്റൊരാത്മാവിനെ യേശു കർത്താവ് മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞിട്ട് യേശു പത്രോസിനെ നോക്കി പറയുകയാണ്. പത്രോസിനെയാണ് നോക്കുന്നതെങ്കിലും കർത്താവിന്റെ ദൃഷ്ടി ആരുടെ മേലാ? പത്രോസിന്റെ അകത്ത് സ്വാധീനിക്കുന്ന മറ്റൊരാത്മാവ്. സാത്താനെ, എന്നെ വിട്ടു പോകുക, സാത്താനെ, അവനെ വിട്ടു പോകുക, സാത്താനെ, ഞങ്ങളെ വിട്ടു പോകുക. ഇന്ന് രാത്രി പറയാൻ നിനക്ക് അവകാശമുണ്ടോ? പറയാൻ നിനക്ക് നിയോഗമുണ്ടോ? പറയാൻ നിനക്ക് തന്റെ ഇടമുണ്ടോ? ഇന്ന് രാത്രി അധികാരത്തോടെ വര. സാത്താനെ,
പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വേഗത്തിൽ മടങ്ങി 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. മറ്റൊരാത്മാവിൻ്റെ സ്വാധീനത്തെ ഈ അപ്പൻ എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. എൻ്റെ മകൻ മറ്റൊരാത്മാവിന് അധീനനാണെന്ന് തിരിച്ചറിഞ്ഞ അപ്പൻ ആ തലമുറയുടെ വിടുതലിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ ഭാഗങ്ങൾ ഞാൻ എടുക്കുന്നില്ല. 1-2 ചിന്തകൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പൻ ഇത് തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ അപ്പൻ ഈ മകനുമായിട്ട് എവിടെ വരിക? യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവന്റെ വീട്ടിലോട്ടാണ് പോയെ? അല്ല, യേശു എവിടെ നിന്നോ അവിടേക്ക് വന്നു. അതിനകത്ത് അവസാനത്തെ വാക്യം 42-ാമത്തെ വാക്യം എന്താ? അവൻ വരുമ്പോൾ തന്നെ. ശ്രദ്ധിക്കണം. അവൻ വരുമ്പോൾ എന്നെ ഇവിടെ ചിന്തിപ്പിച്ച 1-2 വെളിപ്പാടുണ്ട്. യേശുവിന്റെ അടുക്കിലേക്ക് ഈ അപ്പനും മകനും കൂടെ വരിക. അപ്പോൾ ഈ മകന്റെ മേലുള്ള മറ്റൊരു ആത്മാവിന്റെ സ്വാധീനത്തെ ആര് മനസ്സിലാക്കുന്നു? അപ്പൻ. മനസ്സിലാക്കി അപ്പൻ മോനോട് പറഞ്ഞു കാണും, മോനെ, നിനക്കറിയാൻ പറ്റാത്തൊരു കുഴപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെന്താ അപ്പാ? മോനെ, നീ അറിയാതെ മറ്റൊരു ആത്മാവിന്റെ സ്വാധീനം നിന്നിൽ ഉണ്ട്. മറ്റൊരാത്മാവിന്റെ സ്വാധീനം നിന്നിലുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നിനക്കൊരു ജയം, വിടുതൽ ആവശ്യമാണ്. അതുകൊണ്ട് യേശു കർത്താവ് ഈ സ്ഥലത്ത് വരുന്നുണ്ട്. അവിടേക്ക് പോകാൻ നീ മനസ്സ് വെച്ചാൽ നിനക്കൊരു വിടുതലുണ്ട്. ഇനി അതിനകത്ത് വായിക്കുന്നുണ്ടല്ലോ, ഇത് ഇങ്ങനെ നിലവിളിപ്പിച്ചു, പിടപ്പിച്ചു, നിരപ്പിച്ചു, പ്രയാസത്തോട് എന്ത് ചെയ്യും? വിട്ടുമാറുമെന്ന്. അപ്പൊ എപ്പോഴും ഈ സ്വാധീനം ഇല്ല. എപ്പോഴും സ്വാധീനമില്ല. പക്ഷെ സ്വാധീനം ഉണ്ടാകുന്ന സമയത്ത് ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ അപകടകരമായ കാര്യങ്ങളാണ്. എപ്പോഴും ഇല്ലാൻ താനും. അപ്പൊ എൻ്റെ ചിന്ത, ഇത് ഇല്ലാതിരിക്കുന്ന സമയത്ത് അപ്പൻ മോനോട് പറഞ്ഞു കാണും, മോനെ, നിനക്കിങ്ങനൊരു സ്വാധീനമുണ്ട്, അതെപ്പോഴും ഇല്ല. ഞാൻ കുറെ നാളായിട്ട് ഇത് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. പരിഹാരത്തിന് യേശു വന്നിട്ടുണ്ട്. അവിടെ പോയാൽ നിനക്കൊരു വിടുതൽ ഉണ്ടാകും. എൻ്റെ പൂർണ്ണ വിശ്വാസം. ഈ മകൻ അത് അംഗീകരിച്ചു. അംഗീകരിച്ചതിന്റെ തെളിവ് 42-ാം വാക്യത്തിൽ വായിച്ചു. അവൻ വരുമ്പോൾ, അവനെ കൊണ്ടുവരുമ്പോഴൊന്നല്ല, അവൻ സ്വയ താല്പര്യത്തോടെ, സ്വയ മനസ്സോടെ അപ്പൻ പറഞ്ഞ വെളിപ്പാട് തിരിച്ചറിഞ്ഞ് എനിക്കൊരു ജയം ആവശ്യമാണെന്ന് മനസ്സിലാക്കി അപ്പന്റെ പ്രേരണ കൂടാതെ സ്വയ താല്പര്യത്തോടെ അവൻ യേശുവിന്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ദൈവശബ്ദത്തില് മറ്റൊരാത്മാവിന്റെ സ്വാധീനത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണമെന്ന് ആത്മാവ് പറഞ്ഞ ദൈവശബ്ദത്തെ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ യേശുവിന്റെ അടുക്കലേക്ക് വരാൻ തയ്യാറായാൽ ബാക്കി സംഭവിക്കും. അവൻ വരുമ്പോൾ, അല്ലാതെ അപ്പൻ പിടിച്ചു കെട്ടി അവനെ കൊണ്ടുവരുമെന്ന്, അങ്ങനെ കൊണ്ടുവന്നാലൊന്നും വിടുതലില്ല. ദൈവപ്രവൃത്തി നടക്കണമെന്ന് ആവശ്യബോധം ഉള്ളവൻ ആഗ്രഹത്തോടെ വരണം. ഇങ്ങനൊരു വിഷയം എന്നിലുണ്ട്, ഇത് എന്നെ സ്വാധീനിക്കുന്നുണ്ട്, ഇതെൻ്റെ കുടുംബത്തിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട വെല്ലുവിളികളൊക്കെ ഞാൻ അനുഭവിക്കുന്നത് എന്ന് ആത്മാവ് നിനക്ക് മനസ്സിലാക്കി തരുമ്പോൾ, മനസ്സിലായി തിരിച്ചറിഞ്ഞ് അടുക്കൽ വരുവാൻ തയ്യാറാകുന്ന വ്യക്തി, അവൻ വരുമ്പോൾ തന്നെ. കണ്ടോ? ആരുടെ അടുക്കിലേക്ക് വരുമ്പോ? അപ്പൊ എന്റെ ചിന്ത ശ്രദ്ധിക്കണം. ഇവൻ വരുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ യേശുവിന്റെ അടുക്കിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? വിട്ടുമാറി നിന്നത് ഇവനിൽ വെളിപ്പെടുക. വരുമ്പോൾ തന്നെ ഭൂതം ഇവനെ തള്ളിയിട്ട് യേശു അവന്റെ അകത്തിരിക്കുന്ന ഭൂതത്തെ നോക്കിയിട്ട് പുറത്തു വരാൻ വല്ല ആ വാക്യത്തിൽ കൽപ്പിച്ചോ? ഇല്ല. പിന്നെ ഈ ഒരു വിഷയം എന്നിൽ ഉണ്ടെന്നും എനിക്കൊരു വിടുതൽ ആവശ്യമാണെന്നും മനസ്സിലാക്കിയ യൗവനക്കാരൻ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി ആരംഭിച്ചു. ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം.
പിന്നൊരു പ്രവാചകന്റെ ആവശ്യം അവിടെ ഇല്ല. ഇന്ന് രാത്രി ഈ പാറ്റകത്ത് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ അന്തർഭാഗത്തില് ഇങ്ങനെ ഒരു പ്രഷർ എനിക്കുണ്ട്, എനിക്കൊരു വിടുതൽ ആവശ്യമാണെന്ന് നീ പറയുമ്പോൾ തന്നെ ദൈവാത്മാവ് തന്റെ പ്രവർത്തനത്തെ ഇതിനകത്ത് ആരംഭിക്കുക. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ പിടപ്പിച്ചു. അവസാനത്തെ ശുശ്രൂഷ യേശു അങ്ങ് ചെയ്യുക. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു. വെളിപ്പെട്ടു വന്നതിനെ, പുറത്തു വന്നതിനെ. രാമൻ പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി നിന്റെ ആഗ്രഹം, നിന്റെ സമർപ്പണത്തിനനുസരിച്ച് ചിലത് പുറത്തു വരും. പുറത്തു വന്നതിനെ പിന്നെ അകത്തോട്ട് വിടുന്ന പരിപാടി യേശുവിനില്ല. ഇന്ന് രാത്രി പുറത്തു വന്നതിനെ എന്നേക്കുമായി ശാസിക്കാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ഒരു കരമുണ്ട്. പുറത്തു വന്നതിനെ നോക്കി യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു. ബാലനെ അപ്പൊ ഇവനിപ്പോ സുഖമില്ലാത്തതിന്റെ കുഴപ്പം എന്താ? ഇവനുള്ള അസ്വസ്ഥതയുടെ കുഴപ്പം എന്താ? ഇവന് സൗഖ്യമില്ലാത്തതിന്റെ കുഴപ്പം എന്താ? ഇവന്റെ പരാജയത്തിന്റെ കുഴപ്പം എന്താ? ഇവന്റെ പ്രതിസന്ധിയുടെ കുഴപ്പം എന്താ? ഇവനെ ബാധിച്ച മറ്റൊരാത്മാവായിരുന്നു. അത് പോയപ്പോൾ ഇവരെന്ത് ലഭിച്ചു? സൗഖ്യം ലഭിച്ചു. പിന്നെ അപ്പനെ ഏൽപ്പിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുക. മറ്റൊരാത്മാവിന്റെ സ്വാധീന വലയത്തിനകത്ത് നിന്ന് ജയം തരുവാനാ ഈ പർവ്വതത്തിന്റെ താഴ്വരയിൽ യേശു ഇറങ്ങി വന്നിരിക്കുന്നത്. എന്റെ പൂർണ്ണ വിശ്വാസം പ്രാർത്ഥനയുടെ മലമുകളിൽ നിന്ന് ആ താഴ്വരയിലേക്ക് യേശു അന്നത്തെ ദിവസം കടന്നു വന്നത് ഇവന് വേണ്ടി മാത്രമാണ്. ഇന്ന് രാത്രിയിലും ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുൻപ് പരിശുദ്ധാത്മ പറയുന്നു, ഈ മീറ്റിംഗിന്റെ പിൻപിൽ, ഇന്ന് പകലും രാത്രിയും സെക്ഷൻ നമുക്ക് തമ്പുരാൻ തന്നതിന്റെ പിൻപിൽ ഇങ്ങനൊരു ദൈവപ്രവൃത്തി ഉണ്ട്. അത് ഏറ്റെടുക്കുവാൻ എത്ര പേരൊന്ന് മനസ്സ് വെക്കും? അത് പ്രാപിക്കാൻ എത്ര പേരൊന്ന് രാത്രി മനസ്സ് വെക്കും? ഇന്ന് രാത്രിയിൽ നീ പോകുന്നത് ബലഹീനനായിട്ടല്ല, രോഗത്തോടെയല്ല, അസ്വസ്ഥതയോടെയല്ല. നാളുകളായി ഇനി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന, നിന്റെ കുടുംബത്തിനകത്ത് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന, നിന്റെ ഭവനത്തിലെല്ലാം ഉണ്ട്. അവ കഴിക്കാൻ ആഹാരം, ഉടുക്കുവാൻ വസ്ത്രം, താമസിക്കുവാൻ പാർപ്പിടം എല്ലാം ഉണ്ടായിട്ടും ഭവനത്തിന്റെ ഉള്ളറകളിൽ അസ്വസ്ഥതകളെ വിരിച്ച്, അസമാധാനത്തെ വിതച്ച്, ഒന്നുകിൽ തലമുറയിൽ കൂടെ, അല്ലെങ്കിൽ ഭർത്താവിൽ കൂടെ, അല്ലെങ്കിൽ ഭാര്യയിൽ കൂടെ, ഏതെങ്കിലും വിലത്തിൽ നിന്നെ നാളുകളെ അസ്വസ്ഥപ്പെടുത്തി ഉപവസിച്ചു പ്രാർത്ഥിച്ചൊക്കെ നോക്കിയിട്ട് ഒരു ജയം പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ആത്യന്തികമായ ലക്ഷ്യം, പൂർണ്ണമായൊരു ജയം ഇന്ന് രാത്രി ദൈവത്തിന് തരുവാൻ അവന് പദ്ധതി കൊണ്ട് വിശ്വസിക്കുന്നവർ അല്പസമയങ്ങൾ കരങ്ങളെ അടിച്ച് കർത്താവിനെ രാത്രി മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കരങ്ങളും അടിച്ച്, എല്ലാ കരങ്ങളും അടിച്ച് അവന്റെ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരത്തിന് മുൻപിൽ വെട്ടേൽക്കട്ടെ. യേശു അധികാരത്തോടെ ശാസിച്ചതുപോലെ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ അധികാരത്തോടെ ശാസിച്ചാട്ടെ. നിന്റെ ഭവനത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ ഭർത്താവിനെ നോക്കി, നിന്റെ ഭാര്യയെ നോക്കി. ഹോളി ബാമാ ശംഭരാധരാധി ചുടബല ഘടക സംഭര വൈരക ജാലക ധീവല വൗഷ അടകാടകദ ഭീമൽ ഭൗഡ ഛേരക ധീമം അടകജ ലബ്ബല വൈഷസേരിക ധീമാബാല അംഭവരാജക ധീമല വൈഷസേരിക ധാമം അംഭനഗാതക ധീമല വൗഷാരകനാ ധീമ അംഭവരാ. എല്ലാവരും ശക്തമായി അധികാരത്തോടെ ഇന്ന് രാത്രി കൽപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ അത് ഭവനങ്ങളിൽ, തലമുറകളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഒരു ജയമായി മാറുന്ന രാത്രി.
Thuda Baba Shauda Raja Thigabana Shauda Raja Thigabana Thuda Baba Shauda Raja Thiga Baba Shauda Raja Thiba Baba Shauda Raja യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് രാത്രിയിൽ മറ്റൊരാത്മാവിന്റെ സ്വാധീനത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച്, നിന്റെ മക്കളായി ഞങ്ങളെ വിടുവിച്ച്, ഏകജാതനായ ഞങ്ങളെ വിടുവിച്ച്, ആദ്യജാതനായ ഞങ്ങളെ വിടുവിച്ച്, അപ്പന് സന്തോഷം കൊടുക്കുന്ന, അപ്പനെ പ്രസാദിപ്പിക്കുന്ന ആത്മീക തലമുറകളായി മാറുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ സമർപ്പിക്കുന്നു. അതെ, മറ്റൊരാത്മാവിന്റെ സ്വാധീനത്തിൽ നിൽക്കുന്ന ഓരോ തലമുറയ്ക്കും, ഒരു മകനും ഒരു മകൾക്കും അപ്പനെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല, അപ്പനെ സന്തോഷിപ്പിക്കുവാൻ കഴിയത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ രാത്രിയിലും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം നമ്മുടെ അപ്പനായ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ബദ്ധപ്പാടുകൾ സഹിച്ചത് രാത്രി നമ്മുടെ വന്നതും നമ്മുടെ അപ്പനായ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനാണ്. പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും മറ്റൊരാത്മാവിന്റെ സ്വാധീന നിമിത്തം ഇന്നും അപ്പനെ വേദനിപ്പിക്കുന്ന, അപ്പന് പ്രയാസം വരുത്തുന്ന ആ ജഡീക സ്വഭാവങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ പൂർണ്ണ വിടുതൽ ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഈ പകലും രാത്രിയിലും കേട്ട ദൈവവചനം നിമിത്തം ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടെന്ന്, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ അവർ പറയത്തക്ക രീതിയിൽ ഈ ശുശ്രൂഷ, ഈ വചനം ഇവിടെ അവസാനിക്കുമ്പോഴും ഓടുന്ന, ചലിക്കുന്ന, പ്രവർത്തിക്കുന്ന വചനം ഓരോ വ്യക്തികളിലും പ്രവർത്തിക്കുവാൻ പോകുന്നതിനാൽ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി. കർത്താവ് അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഓടനാവട്ടത്തെ പ്രവർത്തനത്തെയും പുതിയ അനേക സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ചെയ്യുകയും പല രീതികളിൽ കർത്താവ് ദൈവം തന്ന സാധ്യതകൾ മുഴുവനും കർത്താവിന് വേണ്ടി വേർതിരിപ്പാൻ ഞങ്ങളുടെ ഒരു ടീമായിട്ട് തന്നെ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 7:30 ഹാർവസ്റ്റ് TV-യിൽ ദൈവജനം സംസാരിപ്പാൻ കർത്താവ് ഒരു അവസരം തന്നിട്ടുണ്ട്. മായം കൂടാതെ, മായം ചേരാതെ ദൈവജനത്തെ അനേകർ പ്രാപിക്കുകയും ദൈവജനത്തിൽ നിന്ന് അനേകർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. ആ ദിവസങ്ങൾ നിങ്ങൾ കഴിയുമ്പോൾ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ കൂടെ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ദൈവദാസന്മാർക്കും സഭയ്ക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഹല്ലേലൂയ ഇന്ന് നമ്മൾ പകലും രാത്രിയിലും ഹല്ലേലൂയ ദൈവവചനം പ്രസ്താവിച്ച ഹല്ലേലൂയ പ്രൈസ് ലോർഡ് പാസ്റ്റർ ബിന്നി ജോൺ അവരുകൾ, അതുപോലെ ബ്രദർ ഹല്ലേലൂയ അഭിനവ്, ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ദൈവനാമത്തിലുള്ള നന്ദി ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. അതിശക്തമായ രീതിയിലുള്ള വചനങ്ങൾ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഉടനീളം നമ്മൾ കേൾക്കുവാൻ ഇടയാക്കി തീർത്തല്ലോ. ഇന്ന് പകലൊരു രാത്രിയിലും കർത്താവ് ഹല്ലേലൂയ ദേവദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ദിവസങ്ങളിൽ ഹല്ലേലൂയോടെ ശക്തിയോടെ ആയിരിക്കാൻ ഹല്ലേലൂയ നിങ്ങൾ ഏതാത്മാവിനാൽ അധീനപ്പെടുന്നു എന്ന് ഹല്ലേലൂയ നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യുവാം. ഹല്ലേലൂയ ദൈവാത്മാവിനോ അല്ലെങ്കിൽ ഹല്ലേലൂയ മാനുഷികാത്മാവിനോ അതുപോലെ ലോകാത്മാവിനോ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ പാരമ്പര്യത്തിനനുസരിച്ച് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഓർഗനനുസരിച്ച് നീങ്ങി പോകുവാനല്ല. ഹല്ലേലൂയ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ദൈവാത്മാവിൻ്റെ സ്വാധീനതയിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ അനുസരിച്ച് ദൈവാത്മാവിൻ്റെ ഹിതപ്രകാരം ദൈവാത്മാവിൻ്റെ അതിന് സ്വാധീനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ഈ ദിവസങ്ങളിൽ നമുക്ക് ക്രമീകരിക്കുവാം. ഹല്ലേലൂയ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ജോർജ് സാർ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകലും രാത്രിയിലും നിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മനുഷ്യാത്മാവ്, ദൈവാത്മാവ്, ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ
ഹല്ലേലൂയ. ഒരപ്പൻ ഹല്ലേലൂയ ഒരു മകനെയുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഹല്ലേലൂയ പറഞ്ഞത്, ഹല്ലേലൂയ എൻ്റെ ഈ മകനെ വേറൊരാത്മാവ് ബാധിച്ചിട്ട് അവനെ തള്ളിയിട്ട് പിടപ്പിക്കുന്നു, ഹല്ലേലൂയ അവനെ രക്ഷിക്കണമെന്ന് ഹല്ലേലൂയ അപേക്ഷിച്ചു. ഹല്ലേലൂയ ആ പിതാവിൻ്റെ അപേക്ഷ കേട്ട് ഹല്ലേലൂയ 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 യേശു ഹല്ലേലൂയ ഭൂതത്തെ ശാസിച്ചു, ഹല്ലേലൂയ മകനെ വിടുവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, വിടുതലിൻ്റെ കരം നീട്ടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. മക്കളെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാക്കന്മാർക്ക് ആശ്വാസം കൽപ്പിക്കണമേ. അവരുടെ നിലവിളിയുടെ മുൻപിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. കരയുന്ന മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറയ്ക്ക് വിടുതൽ കൽപ്പിക്കണമേ. ഹല്ലേലൂയ. ദൈവ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആലോചന സഭയിൽ നിൽക്കുവാൻ അടിയങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു യെരുശലേമിലേക്ക് പോകുകയും ഹല്ലേലൂയ ജാതികളിൽ അകപ്പെടുകയും ഹല്ലേലൂയ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ഹിതം ഹല്ലേലൂയ പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ്, നിനക്കങ്ങനെ ഭവിക്കരുത്. ഹല്ലേലൂയ. ദൈവഹിതത്തിന് എതിരായി പത്രോസിൽ കൂടി ഹല്ലേലൂയ സംസാരിച്ച ആ സാത്താനെ ഹല്ലേലൂയ കർത്താവ് ശാസിച്ചതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാക്കളെ വിവേചിക്കുവാനുള്ള ദൈവ കൃപ ഞങ്ങളുടെ മേലെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ദൈവഹിതത്തിനെതിരെ സംസാരിക്കുന്ന അശുദ്ധാത്മാക്കളെ വിവേചിച്ചറിയുവാൻ വിവേചന ആത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവസഭയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നേറുവാൻ ഇടിയാക്കണമേ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. വചനം സംസാരിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാൽ സ്തോത്രം. കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ പിന്നെയും കരങ്ങളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പുലോകങ്ങളിലെ വിശന്മാരോടും ഈ ശ്രുതിയിൽ സംസാരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ, വേഗം വരണമേ.